ഗാന ശുശ്രൂഷയോടുകൂടെ ഈ യോഗം ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഗാന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രിൻസ് ആൻ്റണി സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നല്ല ഉച്ചതിരിഞ്ഞ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ കരുതി കാവൽ ചെയ്തു. ഈ സമയത്ത് കർത്താവെ, ഈ സ്പെഷ്യൽ മീറ്റിങ്ങുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വിവിധ സഭയിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്ന് ദൈവമക്കൾ എന്നുള്ള പദവിയിൽ ഒരുമിച്ച് കൂടി നിൻ്റെ വചനം കേൾക്കുവാനായി കൂടി വരുവാൻ ഇട നൽകിയനായി സ്തോത്രം. ദൈവം, ഞങ്ങൾ ഗാന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ആ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ സഹോദരി സഹോദരന്മാരെയും തിരുക്കരങ്ങൾ നൽകുകയാണ്. നിൻ്റെ കൃപയിൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമൂലം നിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ലൈറ്റിനെയും മൈക്കിനെയും നിയന്ത്രിക്കണമേ. അതിൻ്റെ കരങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരെയും തിരുക്കരങ്ങൾ നൽകുകയാണ്. ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ യാതൊരു പ്രവർത്തനത്തെയും അനുവദിക്കരുതേ എന്ന് യാചിക്കുന്നു. ദാവേ, വഴിമധ്യേ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പ്രയാസമൊന്നും കൂടാതെ എത്തുവാൻ ഇടയാക്കണമേ. ഒരിക്കൽ കൂടി സഹോദരന്മാരെ തിരുക്കരങ്ങൾ നൽകുകയാണ്. പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം കൂടെ പുണ്യനാമത്തിൽ തന്നെ. നാം സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ എത്ര പാടി സ്തുതിച്ചാലും നമുക്ക് മതിവരികയില്ല. അവൻ അത്രമാത്രം ഉന്നതനാണ്, മഹത്വ സമ്പൂർണനായ ദൈവമാണ്. ഒരു സ്തോത്രഗാനത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കാം. ഇപ്പോൾ ഗ്രാറ്റിയ പോൾ നമുക്ക് ആ ഗാനം ഇപ്പോൾ ആലപിക്കുന്നതാണ്.
നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അത് നമ്മുടെ ഹൃദയത്തിന് എത്രയോ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആ കർത്താവിൻ്റെ മുഖം നാം ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത് ആനന്ദം നൽകുന്നു. ആ കർത്താവ് എത്രയോ മാധുര്യവാനാണ്. ഈ ആശയം വരുന്ന ഒരു ഗാനം ഇപ്പോൾ അലൻ പോൾ ബേബി നമുക്ക് വേണ്ടി ആലപിക്കുന്നു. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താൻ എത്ര മാധുര്യവാൻ എന്ന ഗാനം. കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മധുരവാ എന്നും മധുരവാ അവനരികിൽ വന്നതിനാലൻ ദാശ്വാസമായി എന്തോരാശ്വാസമായി തൻ്റെ തിരുമുഖം കാണുന്ന ദാനന്ദമായി പരമാനന്ദമായി എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മധുരവാ എന്തിനലയുന്നു ഞാൻ പരിൽ വലയുന്നു താൻ പരം മതിയായവൻ എന്നും മതിയായവൻ അവൻ കരുതിടുന്നെനിക്കായി എന്നാളുമേ അവനെന്നാളുമേ തൻ്റെ തണലിൽ ഞാൻ അണയുമ്പോൾ വിശ്രമമേ എന്തു വിശ്രമമേ എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മധുരവാൻ എന്നും മധുരവാ. നാം 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു. അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യനെ ദൈവം എത്രയോ വലിയ സംരക്ഷണമാണ് നൽകുന്നത്. ഏത് പ്രതികൂലങ്ങളിൽ നിന്നും ഏത് അനർത്ഥങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു എന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ തുണയെനിക്ക് യേശുവേ കുറവിനി ഇല്ലതാൻ എന്നൊരു ഗാനം ഡിറ്റി ഡെന്നി നമുക്കായിട്ട് ആലപിക്കുന്നു. ഹലോ
ഒരു ക്രിസ്തു ഭക്തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് ആ കർത്താവിനോടുകൂടെ നിത്യകാലം വസിക്കണം എന്നുള്ളതാണ്. തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി ജീവൻ തന്ന, തന്നെ വീണ്ടും ചേർക്കുവാൻ വരുമെന്ന് വാഗ്ദത്തം നൽകിയ ആ കർത്താവിനോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് ആ ഭക്തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയാൽ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഈ താഴ്ചയുള്ള ശരീരം മാറി ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുന്നു. ഈ പ്രത്യാശ നൽകുന്ന ഒരു ഹിന്ദി ഗാനം ഇപ്പോൾ ഗ്രാറ്റിയ പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. നീലെ ആസ്മാൻ കി പാർ ജായെങ്കെ. नीले आसमान के
ദൈവം മനുഷ്യവർഗത്തോട് കാണിച്ച സ്നേഹത്തിന് തുലനം ചെയ്യുവാനായിട്ട് ലോകത്തിലെ ഒരു സ്നേഹത്തിനും കഴിയുകയില്ല. ബൈബിൾ പറയുന്നത് ആ സ്നേഹം സാക്ഷാൽ സ്നേഹമാണ്, മഹാസ്നേഹമെന്നാണ്. എന്തുകൊണ്ടാണ് ആ സ്നേഹം ഇത്രമാത്രം ഉന്നതമായിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നൽകിക്കൊണ്ടാണ് ആ ദൈവസ്നേഹം ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ആ ദൈവസ്നേഹം അത് ഏറ്റവും ഉന്നതമായ, ആരാനും വർണ്ണിച്ച് തീർക്കുവാൻ കഴിയാത്ത മഹാ സ്നേഹമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഈ ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ഇപ്പോൾ അലൻ പോൾ ബേബി നമുക്കായിട്ട് ആലപിക്കുന്നു. പാപിയിൽ കനിയും പാവന ദേവ. പാപിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ, പാദം പണിഞ്ഞിടുന്നേ. പാപിയാമെന്നെ സ്നേഹിച്ചോ നീ, പാരിലെന്നെ തേടി വന്നു, പാരിലെന്നെ തേടി വന്നു. പാപിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ, പാദം പണിഞ്ഞിടുന്നേ. ദുഷ്ടനരനായി ദൂഷണം ചെയ്തു ദൂരമായിരുന്നൻ, ദൂരമായിരുന്നൻ. തേടിയോ നീ എന്നെയും വൻ ചേറ്റിൽ നിന്നുയർത്തിയോ നീ, ചേറ്റിൽ നിന്നുയർത്തിയോ നീ. പാപിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ, പാദം പണിഞ്ഞിടുന്നേ. വിണ്ണിൽ മഹിമ വെടിഞ്ഞു നീ എന്നെ വിണ്ണിൽ ചേർത്തിടുവാൻ, വിണ്ണിൽ ചേർത്തിടുവാൻ. നിർണയം നിൻ സേവയെന്നെ ഒന്നുമില്ലിനി മോദം, ഒന്നുമില്ലിനി മോദം. പാപിയിൽ കനിയും
പാപത്തിൻ ഫലമാം മരണത്തിൻ ഭയത്തെ ജയിച്ചവൻ നീയൊരുവൻ, ജയിച്ചവൻ നീയൊരുവൻ. ജീവനും സമാധാനവും എൻ സർവവും നീയേ നിരന്തം, സർവവും നീയേ നിരന്തം. ഭാവിയിൽ കനിയും പാവന ദേവ പാദം പണിഞ്ഞിടുന്നേ, പാദം പണിഞ്ഞിടുന്നേ. പാപിയാമെന്നെ സ്നേഹിച്ചോ നീ, പാരിലെന്നെ തേടി വന്നു, പാരിലെന്നെ തേടി വന്നു. പാപിയിൽ കനിയും പാവന ദേവ പാദം പണിഞ്ഞിടുന്നേ, പാദം പണിഞ്ഞിടുന്നേ. ദൈവം ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും എല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. എത്ര മനോഹരമായിട്ടാണ് ദൈവം സകലതും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ദൈവമെല്ലാം നല്ലത് എന്ന് കണ്ടു എന്ന് നാം അവിടെ വായിക്കുന്നു. ആ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ഏറ്റവും മനോഹരമാണ്, നല്ലതാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ സർവശക്തനായ ദൈവമാണ് ഈ സൃഷ്ടികളെ നമുക്ക് നോക്കുമ്പോൾ ഈ ദൈവം എത്രയോ ശ്രേഷ്ഠനാണ്, ഉന്നതനാണ്, സർവശക്തനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആശയം വരുന്ന ഒരു ഗാനം ഇപ്പോൾ ഡിറ്റി ഡെന്നി നമുക്കായിട്ട് ആലപിക്കുന്നു. അലക്കടലും കരളലിയും എന്നുള്ള ഗാനം.
യേശുക്രിസ്തു അവൻ ലോക രക്ഷകനാണ്. യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ കാരണമെന്നുള്ളത് യേശുക്രിസ്തു അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അവൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവമാണ്. അവൻ ലോകത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ പാപപരിഹാരയാഗമായിട്ട് തീർന്നവനാണ്. അവൻ പാപത്തെ ജയിച്ച് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ രക്ഷകനായ യേശുവിൻ്റെ അടുക്കിലേക്ക് പാപഭാരമായിട്ട് ആര് വന്നാലും അവൻ പാപമോചനം നൽകുന്ന അവൻ ദൈവമാണ്, രക്ഷകനാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. യേശുവെ രക്ഷണദായക നിൻ സന്നിധേ വരുന്നു എന്നുള്ള ഗാനം ഇപ്പോൾ ഗ്രാറ്റിയ അപ്പോൾ നമുക്കായിട്ട് ആലപിക്കുന്നു. Share
യേശുവേ രക്ഷനായക, നിന്റെ സന്നിധി വരുന്നു. എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ. എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനയും എല്ലാമുണ്ട്. എന്നാൽ നാം എത്തുവാൻ പോകുന്ന ആ പുത്തനാം യെരൂശലേം ഓർക്കുമ്പോൾ ഇദ്രയിലെ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ചുകൊണ്ട് ആ പ്രത്യാശ ഗാനം നമുക്ക് പാടാം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ. എല്ലാവർക്കും എഴുന്നേറ്റ് ചേർന്നെന്ന് പാടാം. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടി വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടി വാഴുമേ. ശോഭയാലെ നല്ല വീരുൾ മാറിടും ഭീതിയും അനീതിയും അങ്ങില്ല ലേശവും. നീതി സൂര്യ ശോഭയാലെ നല്ല വീരുൾ മാറിടും ഭീതിയും അനീതിയും അങ്ങില്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധം കൃതജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം കൃതജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. സത്യശുദ്ധ
കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ 2-ാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദേവദാസൻ വേദിയിലുള്ള ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സന്ധ്യാവന്ദനം അറിയിക്കുന്നു. അയൽ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും അതുപോലെ സുവിശേഷകന്മാർക്കും മൂപ്പന്മാർക്കും ദൈവ ചേർക്കോട്ട സഭയുടെ പേരിലുള്ള സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. എന്നും ദൈവജനം ശുശ്രൂഷിക്കുന്ന നമുക്ക് പ്രിയ ദേവദാസൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയ ജോബി സഹോദരൻ ഇന്ന് നമ്മളോട് ദൈവജനം സംസാരിക്കുന്നതാണ്. അനുഗ്രഹമായ ദൈവവചനം ഇന്നലെ സംസാരിക്കാനായിട്ട് അനുഗ്രഹ ദൂത് കേൾക്കുവാനായിട്ട് നമുക്കിടയായി. ഇന്നും അനുഗ്രഹമായ ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള ഒരവസരമുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നാളെ ഇവിടെ നടക്കുന്ന ആരാധനാ യോഗത്തിലും കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവർക്കുണ്ട്. രാവിലെ 9:15 ആരാധനയും തുടർന്ന് പൊതുയോഗവും ഉണ്ടായിരിക്കുന്നത്. പൊതുയോഗത്തിലും പ്രിയ ജോബി സഹോദരൻ ദൈവവചനം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെയുള്ള സഭായോഗങ്ങളിൽ കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് ദൈവസാന്നിധ്യം അനുഭവിപ്പാനായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്നുള്ള മാറ്റമില്ലാത്ത ആ ദൈവശബ്ദം നാം ഓരോരുത്തരും സെവിക്കേണ്ടതിനും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു പരിവർത്തനം നമ്മുടെ കുറവുകളെയും പോരായ്മകളെയൊക്കെ കണ്ട് പരിഹരിച്ച് അനുഗ്രഹമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ ദൈവവചന കേൾവി നമുക്കതിന് അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. യോഗത്തിൻ്റെ ആരംഭത്തിൽ കിഴക്കോട്ട സഭയിലെ മൂപ്പന്മാരിൽ ഒരാളെ ജയാർസൻ സഹോദരൻ കടന്നു പ്രാർത്ഥിക്കുന്നതാണ്. തുടർന്ന് പ്രിയ ജോബി സഹോദരൻ ദൈവജനം സംസാരിക്കും. അവസാനം ചെറുക്കോട്ട സഭയിലെ സുവിശേഷകനായ ബൈജു അഗസ്റ്റിൻ സഹോദരൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നതാണ്. ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ സഹോദരന്മാർ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് സ്തോത്രം. തിരുസന്നിധിയിൽ ഈ വിധം അങ്ങയുടെ വചനം കേൾപ്പാൻ, ശബ്ദം കേൾപ്പാനായിട്ട് ജനങ്ങളെ കൂട്ടി വരുത്തിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ലോകത്ത് അനവധി ശബ്ദങ്ങൾ കേൾപ്പാൻ ആൾക്കാർ കൂടുന്നുണ്ട്. എന്നാൽ നിത്യതയിലേക്ക് ഒരുക്കപ്പെടുവാൻ വേണ്ടി അങ്ങയുടെ സത്യവചനം കേൾപ്പാനായിട്ട് ഉള്ള ആഗ്രഹം ഓരോരുത്തരും ഹൃദയങ്ങളിൽ കൊടുത്ത് അങ്ങ് എത്രത്തോളം അങ്ങയുടെ മക്കളെ കൊണ്ടുവന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ പാട്ടുകൾ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു. അതെ, ഞങ്ങളുടെ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്ന, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്ന അനവധി ആശയങ്ങൾ അതിൽ കൂടി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി. അതെ കർത്താവെ, ഇതെല്ലാം ഞങ്ങളോട് ഇന്ന് സംസാരിപ്പാൻ അങ്ങ് ഇടയാക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ സഭയ്ക്ക് വേണ്ടി ഈ കാഴ്ചപ്പാട് കൊടുത്തതിനായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള പ്രയത്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, അവയെല്ലാം അനേക ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കാലം അധികമില്ലാകയാൽ കർത്താവെ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ജീവിതങ്ങളെ ഇത് സ്വാധീനിപ്പാൻ അങ്ങ് ഇടചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനവുമായിട്ട് അങ്ങയുടെ ദാസനെ അങ്ങ് കൊണ്ടുവന്നിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ജോബി ജെയിംസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങയുടെ ദാസനെ അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് വചനത്തിൻ്റെ നിശ്ചയത്തോടെ ഇന്ന് സംസാരിപ്പാൻ സഹായിക്കണം. ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, അങ്ങയുടെ വചനത്തിൻ്റെ ശ്രവണം അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പാനും അങ്ങ് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സൗകര്യമൊരുക്കിയ സഭയിലെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ കർത്താവെ, ഈ ശുശ്രൂഷ അന്ത്യത്തോളം അങ്ങയുടെ ആത്മാവിൻ്റെ വ്യാപാരത്താൽ നിയന്ത്രിക്കപ്പെടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും വളരെ അനുഗ്രഹം പ്രാപിച്ച് ഹൃദയത്തിൽ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഇവിടെ മടങ്ങത്തക്കവണ്ണം അങ്ങ് സമയങ്ങളെയും കാര്യങ്ങളെയും ക്രമീകരിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ ശുശ്രൂഷ എത്ര അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച്
ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായി ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ ബലപ്പെടുത്തണം. അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ. ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർവ്വ ബഹുമാനവും മഹത്വം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിച്ചു കൊള്ളുന്ന കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഇന്ന് പകലിൻ്റെ അധ്വാനവും ബദ്ധപ്പാടുകൾക്കുമൊക്കെ ശേഷം ദൈവവചന കേൾവിക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ദൈവിക തണലിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രിയിലും നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ എവരെയും സഹായിച്ചു. ചുറ്റുപാടുകളിൽ നിന്നും സ്ഥലം സഭകളിൽ നിന്നുമായിട്ട് കടന്നു വന്ന കർത്താവിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നാം കേട്ടതുപോലെ മനോഹരമായ ഗാനങ്ങൾ നാം ശ്രദ്ധിച്ച് ദൈവത്തെ കഴിഞ്ഞ 1 മണിക്കൂറോളമായിട്ട് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി നമുക്ക് ഒരുക്കുവാൻ കർത്താവ് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പൗലോസിൻ്റെ ക്രിസ്തു എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ചില ആത്മിക സത്യങ്ങളാണ് പറഞ്ഞ് തുടങ്ങിയിരുന്നത്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആ വിഷയത്തിൽ ഇന്നും നാളെയുമായിട്ട് 3 കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ആ ചിന്തകൾ ഞാൻ തൽക്കാലം മാറ്റി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരും ദൈവജനമാണ് എന്നുള്ളത് അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച് തീരുവാനുള്ള 2 ആശയം കൂടി പറഞ്ഞിട്ട് അതേ വിഷയത്തിൽ തന്നെ നിന്ന് വിശ്വാസികളായ നമ്മോടുള്ള ബന്ധത്തിൽ ആ ഭാഗത്തിൻ്റെ ചില പ്രായോഗിക തലങ്ങൾ എന്താണെന്ന് തുടർന്നുള്ള സമയം ഇന്ന് നാം ചിന്തിക്കുകയും കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ആ വിഷയത്തിൻ്റെ അടുത്ത തലം നമുക്ക് ചിന്തിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ കടന്നു വരാത്ത പ്രിയപ്പെട്ടവരും ഇന്ന് ഇവിടെ സന്നിധനായിട്ടുണ്ടല്ലോ. അവരുടെ അറിവിലേക്ക് വേണ്ടി കഴിഞ്ഞ രാത്രി ചിന്തിച്ച വിഷയം ഞാൻ ഒന്ന് രണ്ട് ആശയങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് വരട്ടെ. പൗലോസ് എന്ന് പറയുന്ന പഴയ ശൗൽ കർത്താവിനെ അറിയുകയും അതിനുശേഷം താൻ ക്രിസ്തുവാണ് എന്ന് തെളിയിച്ചുകൊണ്ട് യഹൂദന്മാരെ മിണ്ടാതാക്കുകയും ആ ക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ ജീവപര്യന്തം താൻ ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അനുഗ്രഹീതമായ ഒരു ആത്മീക ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നതാണ് നാം ശ്രദ്ധിച്ചത്. അതിൽ പ്രധാനമായിട്ടും പൗലോസ് ഉന്നയിച്ച പൗലോസിൻ്റെ ക്രിസ്തു എന്ന് നാം പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ അഭിമാനത്തോടെ പൗലോസ് പ്രസംഗിച്ച തൻ്റെ പ്രസംഗ വിഷയമായിരുന്നു 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഒന്നാമത് ആ വിഷയത്തിൻ്റെ ആശയം നമ്മൾ കണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതായിരുന്നു. ആരാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ള ആ വിഷയത്തിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. 1, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് അവിടെ നിന്നാരാ? കഴിഞ്ഞ രാത്രിയിലല്ലേ ബ്രദറെ പറഞ്ഞത്, ഈ രാത്രിയിലല്ലല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ രാത്രി പറഞ്ഞത് കഴിഞ്ഞ രാത്രിക്കുള്ളതായിരുന്നു, ഇന്ന് വേറെ പറയണം. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞത്. 2, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് ജയം തരുന്നവനാണ്. 3, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്നവനാണ്. ഈ 3 ആശയമാണ് നാം കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. 4-ാമത്തെ ആശയത്തിലേക്ക് വളരെ പെട്ടെന്ന് ഞാനൊന്ന് വരട്ടെ. അധികം മുഖപുര പറഞ്ഞ് ആ ഭാഗത്ത് നിൽക്കുവാൻ എൻ്റെ മുമ്പാകെ സമയമില്ല.
നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. 4-ാമത്തെ ആശയം പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. എബ്രായ ലേഖന കർത്താവ് പൗലോസാണ് എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് എന്ന പദം ഞാനവിടെ ഉപയോഗിച്ചത്. ഇവിടെ 4-ാമത്തെ ആശയത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. വായിക്കാം. എബ്രായ ലേഖനം 12-ന്റെ 2-ാമത്തെ വാക്യം. യേശുവിനെ നോക്കുക. മതി. ഇവിടെ വളരെ വ്യക്തമായിട്ട് മറ്റൊരാശയം നമുക്ക് കാണാൻ കഴിയുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ആരാണ്? അവിടുന്ന് വിശ്വാസത്തിൻ്റെ നായകനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകത്വം വഹിക്കുന്ന വ്യക്തിത്വമായിട്ട് എബ്രായ ലേഖന കർത്താവ് ഇവിടെ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക. ഇത് പറയുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കറിയാം, സുപരിചിതമായ വാക്യമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്നുള്ള ഒരു പ്രത്യേക ഫ്രേസ് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന സാക്ഷികളുടെ സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് ആ സാക്ഷികളുടെ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സാക്ഷികളുടെ സമൂഹം ആരാണ് എന്ന് നമുക്കറിയാം. വിശ്വാസ വീരന്മാരാണ്. അപ്പോൾ വിശ്വാസ വീരന്മാരായിരിക്കുന്ന പഴയ നിയമ ഭക്തന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഓരോരുത്തരായിട്ട് അവരുടെ പ്രത്യേകതകൾ രേഖപ്പെടുത്തിയിട്ട് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. പക്ഷേ ഈ 11-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസ വീരന്മാരെന്ന് വിളിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അവരുടെ എല്ലാം പേരുകൾക്ക് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. എന്ത്? വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ ഹബേൽ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ നോഹ, ഇങ്ങനെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ മുമ്പിൽ വിശ്വാസം എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവരെല്ലാവരും എന്താണ് ചെയ്തതെന്ന് 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വിശ്വാസവീരന്മാരും വിശ്വാസത്താൽ പ്രയാണം ആരംഭിച്ചവരും വിശ്വാസത്താൽ മരിച്ചവരുമാണ്. ഈ സാക്ഷികളുടെ സമൂഹത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ച് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇത്ര വലിയ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? വിശ്വാസത്താൽ പ്രയാണം ആരംഭിച്ച് വിശ്വാസത്താൽ ജീവിച്ച് വിശ്വാസത്താൽ മരണമറയ്ക്കപ്പുറത്തേക്ക് പോയവരാണ് 11-ാം അധ്യായത്തിൽ പറയുന്ന മുഴുവൻ സാക്ഷികളും. എന്നാൽ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ലേഖനകർത്താവിന് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതാണ് നാം വായിച്ച 2-ാമത്തെ വാക്യമെന്ന് പറയുന്നത്. അവിടെ വായിക്കുക, അവിടുന്ന് വിശ്വാസത്തിൻ്റെ വീരനല്ല, വിശ്വാസത്തിൻ്റെ നായകനാണ്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകനായിട്ട് യേശുക്രിസ്തുവിനെ കാണിച്ചത്? അതിൻ്റെ 1-ാമത്തെ തെളിവ് പറയട്ടെ. 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം മരണം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോൾ ഇവിടെ ഇതാ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉന്നതനായി ഉത്കൃഷ്ടനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് അവിടുന്ന് ആരാണ്? അവിടുന്ന് വിശ്വാസത്തിൻ്റെ നായകനാണ്. അപ്പോൾ പൗലോസ് പറയുന്ന വാക്ക് നോക്കിക്കേ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ നായകനായിട്ടിരിക്കുക. ഈ നായകനെ സംബന്ധിച്ച് 2 പദപ്രയോഗങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത്. 2 പദങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന്, അവിടുന്ന് ക്രൂശിനെ സഹിച്ചു. 2, അവിടുന്ന് ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ നായകൻ്റെ പ്രത്യേകത എന്താ? അവിടുന്ന് ക്രൂശിനെ സഹിച്ച് മരിച്ചു, അടക്കപ്പെട്ടു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവിടുന്ന് എവിടെയാണ്? അവിടുന്ന് നമുക്ക് വേണ്ടി മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാ. അപ്പോൾ ഇവിടെ ലേഖനകർത്താവ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാരണം അവിടുന്ന് മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന്
രാത്രിയിൽ നാം ഈ ദൈവവചനം കേൾക്കുകയും ഈ ചുറ്റുപാടുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്ക് കടമെടുത്ത് പറയട്ടെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തുറക്കപ്പെട്ട കല്ലറയുടെ മുമ്പിലുള്ള ഒരു സന്ദേശമാണ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ പൗലോസ് അഭിമാനത്തോടെ പറയുകയാണ്, എനിക്കൊരു കാലത്ത് നിന്ദയും നികൃഷ്ടവുമായിരുന്ന ആ ക്രൂശ് ഇന്നെൻ്റെ പ്രസംഗ വിഷയമായിട്ട് തീരുന്നതിന് കാരണം ക്രൂശും കൊണ്ടൊടുങ്ങാത്തവൻ മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചത്. ഞാൻ അതുകൊണ്ട് ആ 4-ാമത്തെ ആശയം അവിടെ അവസാനിപ്പിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. ആരാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് ചോദിച്ചാൽ 4-ാമത്തെ ഉത്തരം ഇതാണ്, അവിടുന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനാണ്. ദൈവമക്കളെ, ഈ വിശ്വാസത്തിൻ്റെ നായകൻ നമുക്കുള്ളത് കൊണ്ട് അവനെ നോക്കി നമ്മുടെ പ്രയാണം ആരംഭിക്കണം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വിഷയത്തിൽ ഞാനത് പിന്നാലെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി 5-ാമത്തെ ആശയത്തിലേക്ക് നമുക്കൊന്ന് വരാം. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 17-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 5-ന്റെ 7-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 5-ന്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. മതി. ഇവിടെ നോക്കിക്കേ, ഇവിടെ പൗലോസ് പറയുന്ന 5-ാമത്തെ ആശയം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാണ്? പൗലോസ് പറയാ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ മനസ്സിലാക്കാനായിട്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാണ്? പൗലോസിൻ്റെ ഭാഷയിൽ അവിടുന്ന് പെസഹ കുഞ്ഞാടാണ്. അല്പം കൂടി പറഞ്ഞാൽ അവിടുന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഇത് വെറുതെ അല്ല പൗലോസ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരു യഹൂദൻ എന്ന നിലയിൽ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, ഒരു യഹൂദൻ എന്ന നിലയിൽ അവരുടെ മനോമുഖരത്തിൽ എപ്പോഴും വരുന്ന ഒരു ചിന്തയാണ്, അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് പിതാക്കന്മാരെ കൊണ്ടുവന്ന ദൈവിക പദ്ധതി. അത് പറയുമ്പോൾ അവരുടെ എല്ലാം ചിന്ത ന്യായപ്രമാണത്തിലെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് പോകും. അവിടെ അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അവരുടെ പൂർവ്വ പിതാക്കന്മാർ ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന് അനുഭവിച്ച 400 വർഷക്കാലത്തെ കഠിനമേറിയ ആ കാരാഗ്രഹവാസമുണ്ടല്ലോ, ആ വാസത്തിൽ നെടുവേർപ്പെട്ട് ഏറ്റവും ഒടുവിൽ ദൈവം അവരെ ഉദ്ധരിക്കുവാനായിട്ട് മോശ മുഖാന്തരം അവിടേക്ക് അയക്കുന്നു. അവിടെ വെച്ച് മോശ ചെല്ലുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറയുന്നു, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ മോശ ഫറവോന്റെ മുമ്പാകെ കാണിക്കുന്നു. ഇതിലൊന്നും വീഴാതിരുന്ന ഫറവോൻ ഏറ്റവും ഒടുവിൽ ദൈവം അയച്ചിരിക്കുന്ന സംഹാരദൂതന്റെ ഏറ്റവും വലിയ താണ്ഡവം നടക്കുമ്പോൾ അതിനു മധ്യത്തിൽ അവിടെ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കുക. അപ്പോൾ ഇവിടെ ഈ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുന്ന ആ പ്രത്യേക സംഭവം അവിടെ അരങ്ങേറുമ്പോൾ അവർക്ക്, ഇസ്രായേൽ മക്കൾക്ക്, അവർ പാർക്കുന്ന വീടുകളെ സംഹാരദൂതൻ തൊടാതെ കടന്നു പോകുന്നതിന് മുഖാന്തരമായി തീർന്ന ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് അവരുടെ വീടുകളിൽ ഓരോ കുടുംബത്തിനു വേണ്ടി അറുക്കപ്പെടുന്ന ഒരു കുഞ്ഞാടായിരുന്നു. നമുക്കറിയാം അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന്. ഈ കുഞ്ഞാടിനെ അറുക്കണം, അതിൻ്റെ രക്തം നിങ്ങൾ കട്ടളക്കാലും മേൽ തേക്കണം. അങ്ങനെ തേച്ച് കഴിയുമ്പോൾ സംഹാരദൂതൻ വരും. ഈ രക്തം അടയാളമായി കാണുന്ന വീടുകളെ വിട്ടൊഴിഞ്ഞ് ഒരു വലിയ സംഹാരം അവിടെ നടക്കുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ രക്ഷപ്രാപിപ്പാൻ ഇടയായിട്ട് തരും. അങ്ങനെയാണ് വാസ്തവത്തിൽ മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിനെ ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവിടുന്ന് വേർതിരിച്ചു കൊണ്ടുവന്നത്. ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഒരു ഉപദേശമായിരുന്നു നിങ്ങൾ പെസഹ ആചരിക്കണം എന്നുള്ളത്. എന്നാൽ ഇവിടെ നോക്കിയേ, ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ നോക്കുക, ആരാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു? അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഈ ഒരു പദം പൗലോസ് പറയേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ പൗലോസ് ആ കുഞ്ഞാടിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏത് കുഞ്ഞാടായിരുന്നു പഴയ നിയമത്തിൽ അറുക്കപ്പെട്ടത്? കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി. ആ കുഞ്ഞാടിൻ്റെ നിഴലായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ
കുഞ്ഞാട് എന്ന് പറഞ്ഞ് യോർദാന്റെ മണൽപ്പരപ്പിലൂടെ നടന്നു വന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവ കുഞ്ഞാടിനെ അഭിമാനത്തോടെ ഏറ്റിട്ട് പൗലോസ് പറയുക, അവിടുന്നാണ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട്. ആ പെസഹ കുഞ്ഞാടിനെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ പറയട്ടെ. നമ്മൾക്ക് ഈ കുഞ്ഞാടിനെ ഇനിയുള്ള അധ്യായങ്ങളിലൂടെ നിരവധി ഭാഗങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിന്റെ ഭാഷയെ മാത്രമല്ല, മുൻപോട്ട് നാം വായിക്കുന്ന ലേഖനങ്ങളിലെല്ലാം ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ പ്രവചന ഗ്രന്ഥത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നമ്മുടെ കർത്താവിന് നൽകുന്നത് അവിടുന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ളതാണ്. ഒന്ന് വരാമോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അവിടെ ഞാനൊരു സൂചന നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ന്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. മതി. ഈ വേദഭാഗം വളരെ പരിചയമുള്ളതാണ്. ആരാധനാ യോഗങ്ങളിലൊക്കെ നമ്മൾ വായിച്ചും കേൾക്കുന്ന. ഇവിടെ ഒരു സംഭവമുണ്ട്. പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും ആരെയും കാണായിക കൊണ്ട് താൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാന്റെ കരച്ചിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താനൊരു സന്ദേശം കേൾക്കുകയാണ്, നീ കരയണ്ട, നിന്റെ കരച്ചിലിന് അറുതി വന്നിരിക്കുന്നു. ഈ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു. ആരാ കണ്ടിരിക്കുന്നത്? ആരാണ് വ്യക്തിത്വം എന്ന് ചോദിച്ചാൽ, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും വേരുമായവൻ അതിന് തക്കതായ യോഗ്യത നേടിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളത്. ഇനി യഹൂദ ഗോത്രത്തിന്റെ സിംഹം യോഗ്യനാണെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ കണ്ണു തുറന്ന് സിംഹത്തെ കാണാൻ നോക്കുകയാണ്. വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. യോഹന്നാന് കാണേണ്ടത് അറിയാം, ഈ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ സിംഹത്തെ ഒന്ന് കാണണം. യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ കാണാൻ കണ്ണു തുറന്ന് താൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താ? അടുത്ത വാക്യത്തിൽ നാം വായിച്ചതാണ്, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇവിടെ ഒന്ന് ഒരാശയം ഞാനിങ്ങനെ പറയട്ടെ. കാണാൻ ആഗ്രഹിച്ചത് സിംഹത്തെയാ. സിംഹത്തെ നോക്കിക്കൊണ്ട് ആവലോടെ കാത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ. പക്ഷേ സിംഹമാണെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കണ്ടതാരെയാണ്? കുഞ്ഞാടിനെയാണ്. ഇനി കുഞ്ഞാടിനൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ ഇന്നുവരെ കാണാത്ത ഒരു കുഞ്ഞാടാണ്. എന്താ കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞത്? അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാ പറഞ്ഞത്. അറുക്കപ്പെട്ട കുഞ്ഞാടെന്നുള്ള പദം ബൈബിളിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. നാം ഈ പുറപ്പാട് പുസ്തകത്തിലും അത് കാണുന്നുണ്ട്. എന്നാൽ പറയട്ടെ, അറുക്കപ്പെട്ട കുഞ്ഞാട് ഇന്നുവരെ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അറുക്കപ്പെട്ട കുഞ്ഞാട് അറുത്തു കഴിഞ്ഞാൽ അത് നിലംപരിചായിട്ട് കിടക്കുകയാണ്. അത് ചലനമറ്റിരിക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിന് ഒരിക്കലും നേരെ നിൽക്കുവാൻ കഴിയുകയില്ല. പക്ഷേ യോഹന്നാൻ കണ്ട കാഴ്ച, സിംഹത്തെ കാണാൻ നോക്കുന്നു. കാണുന്നത് ആരെയാണ്? കുഞ്ഞാടിനെ. എന്താ കുഞ്ഞാടിന്റെ പ്രത്യേകത? അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്താ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പ്രത്യേകത? അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുകയാ, വീണിട്ടില്ല. എന്താ ഇത് സൂചിപ്പിക്കുന്നറിയാമോ? ഇത് സൂചിപ്പിക്കുന്നത് മരിച്ചവനെങ്കിലും മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ളവനായിട്ട് വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ യോഹന്നാൻ പാദത്തെങ്കിലേക്ക് വീണിട്ട് പറയുകയാണ്, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് സകല പുകഴ്ചയും ആ പാദപീഠത്തെങ്കിൽ സമർപ്പിക്കുക. എന്താ ഇവിടുത്തെ ചിത്രം? ഇന്ന് രാത്രി പറയട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാണ്? അറുക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാട് ആരാണ്? അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കുഞ്ഞാട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്തുതിയും സ്തോത്രവും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനായ ആരാധനാ പുരുഷന. അതുകൊണ്ട് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പാടുന്നത് അവനൊപ്പം പറയാൻ ഒരുമില്ല. അത് എങ്ങോട്ട് നോക്കിയാൽ പാടുന്നതെന്നുള്ള സംശയം. ആരെ നോക്കിയാൽ പാടുന്നത് അറിയത്തില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ
ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ അലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്നിധൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആരാണ്? അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വസിക്കുന്ന ആരാധനയുടെ കേന്ദ്ര വിഷയമാണ്. അപ്പോൾ ഞാൻ 5 ആശയങ്ങൾ അവിടെ നിർത്തട്ടെ. 1, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാണ്? പൗലോസിന്റെ ഭാഷയിൽ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നവനാ. 2, അവിടുന്ന് ആരാണ്? അവിടുന്ന് നമുക്ക് ജയം തരുന്നവനാ. 3, അവിടുന്ന് ആരാണ്? അവിടുന്ന്, ഞാനിതിങ്ങനെ പറയുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്, അവിടുന്ന് നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവമാ. 4, അവിടുന്ന് ആരാണ്? വിശ്വാസത്തിൻ്റെ നായകന. 5, അവിടുന്ന് ആരാ? അവിടുന്ന് ആരാധനാ പുരുഷന. ഇതാണ് പൗലോസ് കണ്ട ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ 5 സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ ആ 1-ാമത്തെ ഭാഗത്തിന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇനി ഞാൻ ഈ 5 ആശയങ്ങൾ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ചില ആത്മീക സത്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. 1-ാമത്തെ ആശയത്തിലേക്ക് ഒന്ന് വരാം. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ വെളിയിലുള്ളവരും കേട്ടോട്ടെന്നും കരുതിയ ഇനിയുള്ളത് പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാ, ദോഷമായിട്ടുള്ളതൊന്നും അല്ല, എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന ആണെങ്കിലും കൂടുതലും ദൈവജനമായതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് പഠിക്കേണ്ടിയ ചില പ്രായോഗിക പാഠങ്ങൾ ഈ 5 വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ 1-ാമത് കണ്ടത് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതാണ്. അതൊന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 15:12, യോഹന്നാൻ 13:34. ഈ വേദഭാഗങ്ങളെല്ലാം ഈ ആശയം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. 15:12 വാക്യം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. മതി. ഇത് തന്നെ 13:34 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കാണ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നിട്ട് നമ്മോട് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പേ. ഇവിടെ ഒരു ചെറിയ പ്രശ്നവും തെറ്റിദ്ധാരണകളും ഒക്കെ ദൈവജനത്തിനിടയിലും സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാനിത് പിന്നാലെ ഒന്ന് വിശദീകരിക്കാം. എങ്കിലും ഒരാശയം ഇങ്ങനെ പറയാം. കർത്താവ് നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് സ്നേഹിച്ചേ? ഇനി ദൈവജനത്തോടാ ഒരു ബൈബിൾ ക്ലാസ് ആയിട്ട് പോയാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവസാനത്തോളം സ്നേഹിച്ചു. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ആ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അൺകണ്ടീഷണൽ ലവ്, ഇല്ലയോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടീഷൻസ് ഇല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. നമ്മൾ പലപ്പോഴും സ്നേഹത്തിലെല്ലാം കണ്ടീഷൻസ് വെക്കാറുണ്ട്. ഞാൻ ആ പദങ്ങൾ അല്പം കഴിയുമ്പോൾ വിശദീകരിച്ച് പറയാം. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ. അപ്പോൾ ദൈവജനമേ, നമുക്ക് സ്നേഹമുണ്ട് എന്ന് നാം പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, സ്നേഹമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ സ്നേഹം നമ്മളിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല. എന്താ കർത്താവ് പറഞ്ഞ സ്നേഹം ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നതിന് കാരണം, നമ്മുടെ എല്ലാം സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ബ്രദറെ, കഴിഞ്ഞ ദിവസം ആരാധനയ്ക്ക് ഞാൻ ചെന്നു. ആ സഹോദരൻ എന്നെ നോക്കി 2 പ്രാവശ്യം നോക്കി, ഞാനും നോക്കി ചിരിച്ച് കാണിച്ചു. പുള്ളി എന്നെ മൈൻഡ്, ഇതിന്റെ ശബ്ദം വെളിയിൽ ഒത്തിരി പോകും, വെളിയിൽ അദ്ദേഹം കണ്ടിട്ട് എന്നോട് മിണ്ടിയില്ല. അപ്പോൾ എൻ്റെ മുഖം ഞാൻ ചിരിച്ച് കാണിച്ചില്ല. അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുക. എന്താ തീരുമാനം എന്നറിയാവോ? ഇനി തൽക്കാലം ഞാനും മിണ്ടില്ല. ഇവിടെയാണ് എന്ത് കണ്ടീഷൻ വന്നു. എന്താ കണ്ടീഷൻ? ഇനി പുള്ളി എന്നോട് മിണ്ടിയാൽ, ചിരിച്ച് കാണിച്ചാൽ, പുള്ളി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. വാസ്തവത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ ജോബിയുടെ കുടുംബ പശ്ചാത്തലമോ എൻ്റെ സാഹചര്യമോ എൻ്റെ അവസ്ഥകളോ ഒന്നും നോക്കിയില്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുകയില്ല.
വരികയില്ലായിരുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു. നമ്മുടെ യോഗ്യത നോക്കാതെ, നമ്മുടെ അവസ്ഥ നോക്കാതെ, നമ്മൾ എങ്ങനെ പെരുമാറുമെന്ന് നോക്കാതെ, ഒരു കണ്ടീഷനും വെക്കാതെ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമെങ്കിൽ ആ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അവിടെ ദൈവജനത്തോട് ഞാൻ ആ ഒന്നാമത്തെ ആശയത്തിൽ ഇങ്ങനെ പറയട്ടെ. നമുക്ക് പലപ്പോഴും മാനുഷികമായിട്ട് ജഡത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ബന്ധങ്ങൾ, അതിനെല്ലാം കുറേ കണ്ടീഷൻസ് ഉണ്ടാകും. ആ കണ്ടീഷൻസ് വെച്ച് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ദൈവവചനത്തിൽ ദൈവസഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് കണ്ടീഷൻ ഇല്ലാത്തതാ. ദൈവമക്കൾ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സഹോദരൻ മിണ്ടിയാലും സഹോദരി മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹിക്കാനായിട്ട് നാം ഇടയായിട്ട് തീരണം. ഞാനിത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. സ്നേഹത്തിൻ്റെ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനം, ഈ എഫേസ്യ ലേഖനമാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഈ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. ഇവിടെ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വളരെ ഉള്ളതാണ്. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനൊന്ന് പറഞ്ഞു പോകാം എന്നാഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 3-ന്റെ 17-ാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും മതി. അതൊരു ദീർഘമായിരിക്കുന്ന പാസേജാണ്. ഇവിടുന്ന് 2 പദപ്രയോഗങ്ങൾ പൗലോസ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട്. എഫേസ്യ ലേഖനം സ്നേഹത്തിൻ്റെ ഒരു ലേഖനമാണ്. കുടുംബജീവിതത്തെക്കുറിച്ച്, സഭാജീവിതത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ അടങ്ങിയ ഈ ലേഖനം. ഈ ലേഖനത്തിൽ പൗലോസ് ഇവിടെ പറയുന്ന 2 ആശയങ്ങൾ പറയാം, 3 ആശയങ്ങൾ പിന്നാലെ പറയാം. ദൈവജനം സ്നേഹത്തിൽ ചെയ്യണം. ഇവിടെ പൗലോസ് ഇത് പറയുമ്പോൾ ദൈവസന്നിധി വന്ന് മുട്ടുമേൽ നിന്നിട്ടാണ് പറയുന്നത്. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന ഇതാ: ദൈവമേ, ഇവർ സ്നേഹത്തിൽ ഒന്ന് വേരൂന്നുവാൻ ഇടയായിട്ട് തീരണം. അപ്പോൾ പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവജനം സ്നേഹത്തിൽ വേരൂന്നണം. അപ്പോൾ ആരോടെ ഉപമിച്ചിരിക്കുന്നത് അറിയാമോ? ദൈവമക്കളെ ആരോടെ ഉപമിച്ചിരിക്കുന്നത്? ഒരു വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുക. ഒരു വൃക്ഷത്തോട് ഉപമിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. നമുക്കറിയാം, തിരുവചനത്തിൽ 1-ാം സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് ആ ചിന്ത നമുക്ക് തരുന്നുണ്ട്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ ഒരു വൃക്ഷത്തോടൊരു വിശ്വാസി ഉപമിച്ചിട്ട് പറയുകയാണ്, ഈ വിശ്വാസിയാകുന്ന വൃക്ഷം അത് സ്നേഹത്തിൽ വേരൂന്നണം. ഞാൻ പറയട്ടെ, ഒരു വൃക്ഷം നല്ലതാണോ, അതിൻ്റെ ഫലം നല്ലതാണോ എന്ന് എങ്ങനെ അറിയുന്നേ? വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വൃക്ഷത്തെ ഒന്ന് നോക്കിയാൽ മതി. നോക്കുമ്പോൾ അറിയാം ഈ വൃക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഞാൻ മിക്കവാറും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിന് മുമ്പ് ഇച്ചിരി ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് ഈ ചെടിയിലേക്കാണ് കണ്ടു പോകുന്നത്. പോകുമ്പോൾ ആദ്യം കാണുന്നത് മിക്കവാറും വെയിലടിച്ച് വാടി നിൽക്കുന്ന ചെടിയായിരിക്കും. എല്ലാ ചെടികളും ഉണ്ടെങ്കിലും ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയുന്ന എവിടെയാണെന്നറിയാമോ? അയ്യോ, ആ ചെടിക്കൊരു ചെറിയ എന്ന് പറഞ്ഞാൽ വലിയ ഗാർഡൻ ഉണ്ടെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിൽക്കുന്ന 1-2 ചെടിക്കകത്ത് എൻ്റെ ശ്രദ്ധ ചെല്ലുന്ന അവിടെ ആയിരിക്കാം. എൻ്റെത് മാത്രമല്ല, നിങ്ങൾ ആര് എന്നാലും പെട്ടെന്ന് അവിടേക്ക് പോകും. കാരണം എന്താ? 3-4 എണ്ണം നല്ലതുപോലെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരെണ്ണം എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരെണ്ണം ശോഷിച്ചാണ് നിൽക്കുന്നത്. അതിനെന്തോ ഒരു കാരണമുണ്ട്. അതിന് ജലത്തിൻ്റെ കുറവുണ്ട്, അതിൻ്റെ തായ്വേരിൻ്റെ പ്രശ്നമാണ്, എന്തോ ഒരു പ്രശ്നം ഈ ചെടിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, സ്നേഹത്തിൽ വേരൂന്നണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. എന്തിനാ? നമ്മൾ പുഷ്ടിയുള്ളവരായിട്ട് ജീവിക്കാനാ, സ്നേഹത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാ. ഇതില്ലാതെ നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ തായ്വേര സ്നേഹത്തിലല്ല എന്നുള്ളതാ. അത് അറ്റുപോയിരിക്കുന്നു. അതിനെ നാം വളർത്തിയെടുക്കണം. ആ മണ്ണ് നാം ശരിയാക്കണം. അവിടേക്ക് നാം ആഴ്ന്നിറങ്ങുവാനിടയായിട്ട് തീരണം. ഇത് പൗലോസ് പറഞ്ഞൊരു വാക്കാണ്. ഈ ദൈവവചനത്തിൽ സ്നേഹത്തിന് 3 പദപ്രയോഗങ്ങളെ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വാക്ക് നമുക്കറിയാം, അഗാപ്പെ എന്ന് പറയുന്ന വാക്ക്, ദ ഡിവൈൻ ലവ്.
രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് ഫിലിയോ എന്ന് പറയുന്ന വാക്ക. ഫിലദൽഫിയ എന്ന് പറയുന്ന സഭയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ബ്രദർലി ലവ് എന്ന് അതിന് പറയുന്നത്. മൂന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറോസ് എന്ന് പറയുന്ന ഒരു വാക്ക. അതാണ് കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ദൈവവചനത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ദൈവിക സ്നേഹത്തെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അഗാപ്പേ എന്ന് പറയുന്ന വാക്ക്. ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും പറയട്ടെ, എന്താ അതിൻ്റെ പ്രത്യേകത? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹം. ഇനി അടുത്തതൊരെണ്ണമുണ്ട്, അത് നമുക്കുള്ളത്. ഞാനിത് ഒന്നുകൂടെ അങ്ങ് പറയാം, ഇതൊന്നും മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. രണ്ടാമത്തേതാണ് ഈ ഫിലിയോ എന്ന് പറയുന്നത്, ബ്രദർലി ലവ്. അതുകൊണ്ടാണ് നമ്മളെ എന്തെന്ന് വിളിക്കുന്നേ? അതുപോലും ഉണ്ടില്ലാരും. നമ്മളെ എന്തെന്ന് വിളിക്കുക? നമ്മൾ ആരായിട്ട് അറിയപ്പെടുന്നേ? ബ്രദറൻകാരെന്ന് അറിയപ്പെടുന്നു. അത് എന്തിനാണ് വിളിച്ചത്? ഞാൻ പണ്ട് ഒരു ബാപ്റ്റിസ്റ്റ് കോളേജിൽ പഠിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ സാർ എന്നെ ഇടയ്ക്ക് കളിയാക്കി പറയായിരുന്നു, ബ്രദറെ നിങ്ങളുടെ ബ്രദറിൽ സിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി കളിയാക്കി പറയുന്നതാണ്, ബ്രദറെ അല്ലേ വൈജ, അങ്ങനെ കളിയാക്കുന്ന ഒരു ഭാഷയുണ്ട്. ബ്രദറെ നിങ്ങളുടെ ബ്രദറിൽ സിസ്റ്റേഴ്സ് ഉണ്ടോ അതോ ബ്രദർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരു കാലത്ത് കണ്ടിട്ട് അവരഭിമാനത്തോടെ പറഞ്ഞു, ലുക്ക് അറ്റ് ദം, ദേ ആർ ദ ബ്രദറൻ. അവരാണ് ആര്? അവരാണ് ബ്രദറുകാരെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്താ? നമുക്കൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് ഫിലിയോ ലവ് എന്ന് പറയുന്നത്, ബ്രദർലി ലവ് എന്ന് പറയുന്നത്, ബ്രദർലി ലവ്. ഈ ബ്രദർലി ലവ് മാത്രമല്ല നമുക്കൊരു കാലത്തുണ്ടായിരുന്നത്. പിന്നെ എന്തുണ്ടായിരുന്നു? നമുക്ക് ഈ അഗാപ്പേ ലവ് ഉണ്ടായിരുന്നു. കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം അത് ഡിവൈൻ ലവ് ആണെങ്കിൽ, അഗാപ്പേ ലവ് ആണെങ്കിൽ ആ സ്നേഹം ആ ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. ബ്രദർലി ലവ് ആവശ്യമാണ്. അത് സകല സഹോദരിമാർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ പ്ലഡ്ജ് ചെല്ലാറുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടെ നമ്മൾ പറയുന്നത് ബ്രദർലി ലവ്. എന്നാൽ ഇന്ന് രാത്രി പറയാം, ഈ ബ്രദർലി ലവ് അല്ല നമുക്ക് വേണ്ടിയത്. പിന്നെ ഏതാ വേണ്ടിയത്? കർത്താവ് നമ്മെ പഠിപ്പിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിച്ചാൽ സഭയിൽ ഒരു വിഷയവും ഉണ്ടാകത്തില്ല. കുടുംബത്തിൽ വിഷയം ഉണ്ടാവുമോ? ഒന്നുമില്ല. അതിനാ കർത്താവ് പറഞ്ഞ, ഇനി മേലെ നിങ്ങൾ രണ്ടല്ല ഒന്നത്രേ. ഒന്നാണെങ്കിൽ പിന്നെ വിഷയം ഉണ്ടാകും. ഒന്നുള്ളിടത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ? ഒന്നാണെങ്കിൽ വിഷയമില്ല. രണ്ടാകുമ്പോഴാ വിഷയം. രണ്ട് വേർതിരിവ് കാണരുത്. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങളുടെ വേര് താഴേക്ക് ഇറങ്ങണം. ഒന്നാമത് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. ഇനി അടുത്ത വാക്ക് അതേപോലെ ചേർത്ത് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. എന്ന് പറഞ്ഞാൽ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഒരു കെട്ടിട സമുച്ചയത്തോടൊരു വിശ്വാസിയെ ഉപമിച്ചിരിക്കുക. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു കെട്ടിട സമുച്ചയമാണ്. നാം ഇതൊന്ന് മനസ്സിലാക്കണം. ഈ ആത്മീക സത്യം ഒന്ന് തിരിച്ചറിയട്ടെ. നമ്മളൊരു കെട്ടിടമായിട്ട് തീർന്നിരിക്കുക. ഈ കെട്ടിടത്തിൻ്റെ ഓരോ കല്ലുകളാണ് ഞാനും നിങ്ങളും. ഈ കല്ലിന് എവിടെങ്കിലും ഒരെണ്ണത്തിന് പോരായ്മ വന്നാൽ എല്ലാത്തിനെയും ഇത് ബാധിക്കാനിടയാകും. എന്താ അസ്വസ്ഥത എന്നറിയാമോ? സഭയിൽ എല്ലാവരും പ്രശ്നമുള്ളവരല്ല. പക്ഷേ ഒരാളുടെ അസ്വസ്ഥത എവിടെ ഉണ്ടാക്കുന്നു? അത് സഭയ്ക്ക് മുഴുവൻ വലിയ പ്രശ്നമാക്കുന്നു. ചത്തയീച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നത് പോലെ ഒരൊറ്റ വ്യക്തിയുടെ ജീവിതം, ഒരൊറ്റ വ്യക്തിയുടെ സ്നേഹമില്ലായ്മ ഈ കെട്ടിടത്തെ മുഴുവനായിട്ട് ബാധിക്കുന്നത് പോലെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ പൗലോസ് പറയുക, നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ട് വേണം ജീവിക്കാനായിട്ട്. ഞാനത് മനസ്സിലാക്കാനായിട്ടൊരു ദൃഷ്ടാന്തം പറയാം. നമ്മുടെ കർത്താവ് പത്രോസ് പിന്മാറിപ്പോയപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വീണ്ടും പത്രോസിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പത്രോസേ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് എന്താ പറഞ്ഞേ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പിന്നെന്തിനാ പിന്നെ കർത്താവ് ചോദിച്ചു? ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ചോദിച്ചു 3 തവണ. എന്തിനാ 3 തവണ ചോദിച്ചേ? 3 തവണ ചോദിച്ചാൽ എന്താ? 3 തവണ പുള്ളി തള്ളി പറഞ്ഞു, അല്ലയോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, 3 തവണ ചിന്തി പറഞ്ഞാൽ നീ ആ 3 എണ്ണം പറഞ്ഞിട്ട് പോയാച്ചാൽ മതി. ഇത് നമ്മുടെ എല്ലാ അത് മാനുഷികമാണ്. അത് മാനുഷികമാണ്. പുള്ളി എന്നെ 3 പ്രാവശ്യമാണ് തള്ളി പറഞ്ഞത്. നിന്നെ കൊണ്ട് ഞാൻ തിരിച്ച് 3 പ്രാവശ്യം പറയിപ്പിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് നിന്നെ എടുക്കുകയുള്ളൂ. ഇതാണ് മാനുഷികം. ഇതാ മാനുഷികം. വാസ്തവത്തിൽ സംഭവം അതല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണ്. കർത്താവ് എന്നോട് ചെന്നിട്ട് ചോദിക്കുക, ഡു യു ലവ് മീ മോർ ദാൻ ദിസ് എന്ന് പറഞ്ഞാൽ, പത്രോസേ, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കും. അവിടെ കർത്താവ് ഉപയോഗിച്ച വാക്ക് അഗാപ്പെ എന്ന വാക്ക്. ഒന്നാമത്തെ വാക്ക് എന്ത്? പത്രോസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നുവോ?
പത്രോസ് കൊടുത്ത ഉത്തരം ഉവ്വെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പദമാണ്. ഏതാ പദം? ഫിലിയോ. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആശയം മനസ്സിലായോ? കർത്താവ് ചോദിക്കാൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമതും കർത്താവ് ചോദിച്ചു, പത്രോസേ നീ എന്നെ ഇവയിലധികമായി സ്നേഹിക്കുന്നു. അവിടെയും കർത്താവ് ഉപയോഗിച്ച വാക്ക് അഗാപ്പയ. പത്രോസ് കൊടുത്ത മറുപടി എന്താ? ഫിലിയോയ, ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. മൂന്നാമത് കർത്താവ് ഉപയോഗിച്ച വാക്ക് എന്താണെന്നറിയാമോ? ഫിലിയോ ഉപയോഗിച്ചേ. എടാ പത്രോസേ, ഞാൻ എൻ്റെ ചിന്തയിൽ അങ്ങ് പറയാം. എടാ പത്രോസേ, ഒരു സഹോദരനെ പോലെങ്കിലും നിനക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇതാരാ തിരിച്ചറിഞ്ഞെന്നറിയാമോ? ഇത് പത്രോസ് തിരിച്ചറിഞ്ഞു. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നറിയാമോ? ആ പാദത്തിങ്കിലേക്ക് അങ്ങ് പോയി വീണു, പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറയുക, കർത്താവേ നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നീ അറിയുന്നു, എൻ്റെ ഉള്ളിലിരിപ്പ് നിനക്ക് മനസ്സിലായി, എൻ്റെ കുറവ് നിനക്ക് മനസ്സിലായി. ഞാൻ നിന്നെ സ്നേഹിച്ചത് നീ എന്നെ സ്നേഹിച്ച പോലെയല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരു സഹോദരനെ പോലെയാ. നീ മനസ്സിലാക്കിയത് കൊണ്ട് നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞ് ആ പാദത്തിൽ വീണ് കെട്ടിപ്പിടിച്ചപ്പോൾ കർത്താവ് പറയുക, നീ പോയി എൻ്റെ ആടുകളെ പാലിക്ക. ഇന്ന് രാത്രി തിരിച്ചറിയണം, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതുകൊണ്ട് തിരിച്ച് 3 പ്രാവശ്യം വാക്കുകൾ പറയിപ്പിച്ചതല്ല, മറിച്ച് അവൻ്റെ തെറ്റിന് തിരുത്തി കൊടുത്തു. മകനെ, നീ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? ഒരു സഹോദരനെ പോലല്ല. പിന്നെ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ എന്തൊക്കെ വന്നാലും നീ എന്നെ സ്നേഹിക്കണം. എന്നെ എന്ന് മാത്രമല്ല, ദൈവമക്കളെ, ഈ സ്നേഹം നമ്മളിലും വ്യാപരിക്കട്ടെ, ദൈവസ്നേഹം നമ്മളിൽ വരട്ടെ. പണ്ട് ഈ ക്യാമ്പിനൊക്കെ പോകുമ്പം ജാഥയ്ക്ക് പോകും, റാലിക്ക് പോകും. ആ റാലിക്ക് പോകുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, ഇവിടെ പാടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ദൈവസ്നേഹം വന്നാലേ ആരും ഇല്ലയോ? പാടിയുള്ള ഇല്ലയോ? നമ്മളെല്ലാം ഒന്നാകൂ, നമ്മളെല്ലാം ഒന്നാകൂ. വന്നില്ലയോ? ദൈവസ്നേഹം വന്നില്ലയോ? അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞില്ലയോ? ദൈവസ്നേഹം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലയോ? പക്ഷെ ഇപ്പോഴും ദുഃഖത്തോടെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവസ്നേഹം വന്നു, ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും നമ്മളെങ്ങനായി? നമ്മൾ 2 ദിശയെ നീക്കുക. മാറണം, ഇതിന് മാറ്റമുണ്ടാകണം. ഈ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിപ്പാനിടയായിട്ട് തീരണം. എനിക്ക് ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്, സമയം അനുവദിക്കുന്നില്ല. ഇനി നോക്കിയാൽ 3-ാമത്തെ ആശയത്തിലേക്ക് ഒന്ന് വന്നേ. 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. സ്നേഹത്തിൽ ചെയ്യാൻ പൗലോസ് ഈ ഭാഗത്ത് എഫെസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ ആശയം, 4-ന്റെ 2-ാമത്തെ വാക്യം. എഫെസ് ലേഖനം 4-ന്റെ 2. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. മതി, അവിടുത്തെ ഒരു പദപ്രയോഗം മാത്രം പറയാം. സ്നേഹത്തിൽ അന്യോന്യം, ആരും പറയുന്നില്ല, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവിൻ. അപ്പം സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞ 3-ാമത്തെ കാര്യമാണ് എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കണം. അതിന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ് എന്താണ് എന്ന് പറഞ്ഞാൽ, അന്യോന്യം പൊറുക്കുക, അന്യോന്യം വഹിക്കുക, അന്യോന്യം സഹിക്കുക എന്നൊക്കെയാണ് ബെയറിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ആണെങ്കിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, സ്നേഹത്തിൽ അന്യോന്യം വഹിക്കണം, സ്നേഹത്തിൽ അന്യോന്യം സഹിക്കണം. ഈ സ്നേഹമില്ലെങ്കിൽ ഇത് പറ്റില്ല. ഉള്ള കാര്യം, പച്ച യാഥാർത്ഥ്യം ഞാൻ പറയാം. ചിലതിൻ്റെ ഒന്നും കൂടെ നടക്കാൻ പോയിട്ടൊന്നും മിണ്ടാൻ പോലും തോന്നുകയില്ല. അങ്ങനെ സ്വഭാവമുള്ളവർ എവിടെ ഉണ്ട്? സഹോദരിമാരാണ് കൂടുതലും ആൻസർ പറയുന്നത്. സഭയിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടെ ഉള്ളത്. പലർക്കും പല സ്വഭാവമാണ്, പല രീതികളാണ്. ആരോടും കൂടെ ഇടപെടാൻ കഴിയുകയില്ല. ചിലപ്പോൾ 4 ദിവസം ഒരുമിച്ച് കൂടി 5-ാമത്തെ ദിവസം ഞങ്ങളുടെ നാട്ടിലെ കരിമൂർക്കൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ശരിയാ. പക്ഷേ ഇതിനെ അതിജീവിക്കാൻ ഒരൊറ്റ കാര്യം കൊണ്ടേ കഴിയുള്ളൂ. ഏതുകൊണ്ടേ കഴിയത്തുള്ളൂ? ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നെങ്കിൽ മാത്രമേ പൗലോസ് പറഞ്ഞ വാക്ക്, നിങ്ങളതങ്ങ് പൊറുക്ക് സഹോദര, നിങ്ങളതങ്ങ് ക്ഷമിച്ച് കള സഹോദര. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഫാമിലിയോടുള്ള ബന്ധത്തിൽ അവരുടെ ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് ഇടപെടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഇടപെട്ട് ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഉപദേശങ്ങൾ കൊടുത്തിട്ട് അവരതിനെ സ്വീകരിക്കുന്നില്ല, അവരെ മടക്കി വരുത്താൻ ശ്രമിച്ച് നടക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, എനിക്കിനി ഒരൊറ്റ കാര്യമുള്ളൂ പറയാനായിട്ട്. കർത്താവിൻ്റെ നാമത്തിൽ
ക്ഷമിക്കുക. കർത്താവിന് എന്നെയൊക്കെ അങ്ങ് വിട്, ഞാൻ പറഞ്ഞ ഉപദേശം ഒന്നും സ്വീകരിക്കേണ്ട, പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് ക്ഷമിക്കാൻ മനസ്സ് കാണിക്കും. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെയൊന്നും തറവാടിത്തവും നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയും നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ ഹുങ്കും കൊണ്ട് ഒരു പരിധിവരെയും എല്ലാ പ്രശ്നമൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ മനസ്സിലായിരിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, ഇത് നമ്മുടെ ജഡത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ ഇന്ന് രാത്രി പറയാം, എൻ്റെ കർത്താവിൻ്റെ നാമമുണ്ടല്ലോ, ആ നാമത്തിൽ നാം എന്ത് ചെയ്തിരിക്കണം? ഈ വിഷയത്തെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കണം, ഒന്ന് പൊറുക്കണം. ദൈവസഭ ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്കൊന്ന് പൊറുക്കുവാൻ മനസ്സില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കാണതിന് കഴിയുന്നത്? ദൈവത്തിൻ്റെ ജനം സ്നേഹത്തിൽ എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കുന്നവരായിട്ട് തീരണം. നിരവധി വേദഭാഗങ്ങൾ വായിക്കാനായിട്ടുണ്ട്, എനിക്കതിന് സമയമില്ലെങ്കിലും നോക്കുകയെ. 1 പത്രോസ് 4:8 രേഖപ്പെടുത്തേണ്ടവർക്കൊന്ന് എഴുതാം. 1 പത്രോസ് 4:8 വായിക്കുന്നു, സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ എന്ന് വായിക്കുന്നു. സദൃശവാക്യം 10:12 നമ്മൾ വായിക്കുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു എന്ന് വ്യാപരിക്കുന്നു എന്ന് വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ സഹോദര പോട്ടെ, ക്ഷമിക്കുന്നു എന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകും. അതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണം? ദൈവജനം സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇത് കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവജനത്തിന് ഇടയായിട്ട് തീരട്ടെ. ഇനി 4-ാം അധ്യായത്തിൻ്റെ തന്നെ 15-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ നമുക്ക് 4-ാമത്തെ ആശയം കാണാനായിട്ട് കഴിയുന്നു. 4-ന്റെ 15-ാമത്തെ വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് മതി. അവിടുത്തെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. അപ്പോൾ എന്താ സംസാരിക്കേണ്ടത്? പൗലോസ് പറയുക, നിങ്ങളെല്ലാം ഒന്ന് സംസാരിക്കേണ്ട, ദൈവമക്കളെല്ലാം ഒന്ന് സംസാരിക്കാനുള്ളവരല്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ പറയാറുണ്ട്, എൻ്റെ വായിലെ ഒന്നും ഞങ്ങളുടെ കോട്ടയം ഭാഷ നിങ്ങൾക്ക് തിരിയാത്തതാണോ അതോ എൻ്റെ വായിലിരിക്കുന്ന ഒന്നും അത് ഞാൻ കേൾക്കില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? അകത്ത് എന്തൊക്കെയോ ഇരിപ്പുണ്ട്, ഉള്ളിലിരിപ്പുണ്ടെന്ന്. ഇതെല്ലാം ഉള്ളി വെച്ചോണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്തേ ചെയ്യാവോ? സ്നേഹത്തിൽ സത്യം മാത്രമേ സംസാരിക്കാവൂ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഞാൻ പറയാം. ഈ കാലഘട്ടമാണ് ഏറ്റവും അധികം ഈ സത്യമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ മേഖല നോക്കിക്കേ, ഭൗതിക മേഖല നോക്കിക്കേ, വാണിജ്യ മേഖല നോക്കിക്കേ, ഇനി ആത്മീക മേഖല നോക്കിക്കേ, ഇവിടെയെല്ലാം പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? സത്യത്തിന് യാതൊരു വിലയും ഇല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വായിലെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം? ഉവ്വെന്ന് മാത്രമായിരിക്കണം, ഉവ്വെന്നായിരിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ വളരെ വില കൊടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വാക്കുകളുമായിട്ട്. അതുതന്നെ ഒരു വിഷയം സംസാരിക്കാനായിട്ടുണ്ട്. ഞാൻ പറയാം, നമ്മുടെ വായിലെ വാക്കുകളെ നാം സൂക്ഷിക്കണം. ദൈവജനം സത്യം മാത്രമേ സംസാരിക്കാവൂ. ദൈവജനത്തിൻ്റെ വായിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും വരരുത്. നിങ്ങളുടെ വായിൽ നിന്ന് ആവാത്തതൊന്നും പുറപ്പെടരുതെന്നാണ് പറഞ്ഞത്. പിന്നെയും നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ വായിലെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്നാണ് വായിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ വിശുദ്ധീകരിക്കാൻ എനിക്ക് സമയമില്ല. ദൈവജനത്തോട് പറയുക, നിങ്ങൾ സ്നേഹത്തിൽ സത്യം മാത്രമേ സംസാരിക്കാവൂ. സത്യമല്ലാത്തതൊന്നും നിങ്ങൾ പറയാനായിട്ട് പാടില്ല. നമുക്കറിയാം, നമ്മൾ ഈ സംസാരിക്കുന്നത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരല്ല, സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഇവിടെയൊക്കെ നിന്ന് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട്, ഉദാഹരണം പറഞ്ഞാൽ ഞാനും ഈ സോജംപ്രദം വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ ജോർജ് മാഷും അങ്കിളോട് അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പരിധി രണ്ടുപേരും രണ്ടാളുകളോടാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും അതേ സംസാരത്തിനിടയ്ക്ക് എൻ്റെ ചെവി എവിടെ കൊണ്ടുപോകാൻ പറ്റും? അടുത്ത ആളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമ്മുടെ അറ്റൻഷൻ മുഴുവൻ ഇവിടെ. ഇദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ ഒരു സൈഡിൽ കൂടെ കേൾക്കുന്നെങ്കിലും മറുവശത്ത് എൻ്റെ ചെവിയടാ ഇങ്ങനെ പോവുകയാ എന്താ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് വൈകിട്ട് പറയും, ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവരും പുള്ളിയെക്കുറിച്ച് എന്തോ ഒന്ന് പറയുന്നത് കേട്ടു. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇങ്ങനെ നമ്മൾ കാര്യമറിയാതെ സംസാരിക്കുന്നവരായിട്ട് തീരാറുണ്ട്. സ്നേഹത്തിൽ നാം സത്യം മാത്രം പറയട്ടെ, മറ്റൊന്നും നമ്മുടെ നാവുകളിൽ നിന്ന് വരാതിരിക്കട്ടെ. നാമസംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ഈ കൂശ്യ സ്ത്രീയെ മോശ വിവാഹം കഴിച്ചത് നിമിത്തം ഒരു വലിയ പ്രശ്നമുണ്ടായി. അഹരോനും മിര്യാമും കൂടെ മോശയ്ക്കെതിരായിട്ട് സംസാരിക്കാനായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവർ സംസാരിച്ചത് യഹോവ കേട്ടു എന്ന. എന്താ കേൾക്കാൻ കാര്യം? യഹോവ കേട്ടു. കേട്ടിട്ട് അടുത്ത വാക്ക് പറയാം, മോശ എന്ന പുരുഷനോ
ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. ഇതാരുടെ സാക്ഷ്യമാ? ഇതാരുടെ സാക്ഷ്യമാ? ദൈവത്തിൻ്റെ സാക്ഷ്യമാ. പക്ഷേ ആരോപണം ആർക്കെതിരെയാ? ആരോപണം ആർക്കെതിരെയാ? മോശയ്ക്ക്. അപ്പം നിങ്ങൾ നോക്കണേ, സഹോദരനും സഹോദരിക്കും കുറ്റം ആരോപിക്കാനുള്ളത് ആരോടാ? മോശയോടാ പരാതി. ഇവൻ കൂശസ്ത്രീയെ വിവാഹം കഴിച്ചു, നീ മാത്രമല്ല വിശുദ്ധൻ എന്ന് പറഞ്ഞ് മോശയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുക. ഇതേ സെയിം ടൈമിൽ ദൈവം സാക്ഷ്യം പറയുകയാണ്, ഈ മോശ എന്ന് പറയുന്ന പുരുഷൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യന. എൻ്റെ ഭാഷയിൽ പറഞ്ഞ, അഹരോനെ മോശയ്ക്ക് തുല്യം നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല, മിര്യാമേ നിനക്കും കഴിയുകയില്ല മോശയ്ക്ക് തുല്യം നിൽക്കാൻ. മോശയ്ക്ക് തുല്യം മോശ മാത്രമാണ്. അവനെ പോലെ സൗമ്യനായിട്ട് ഭൂതലത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവം സാക്ഷ്യം പറയുന്നു, അതേസമയം അഹരോനും മിര്യാമും എതിര് പറയുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇത് നമ്മൾ ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. ദൈവത്തിനുണ്ടെന്ന് പറയാൻ സാക്ഷ്യം. ദൈവം ആ കാര്യം നോക്കുമെന്ന്. അടുത്ത വാക്ക് പറയുകയാണ്, മിര്യാം പറഞ്ഞത് യഹോവ കേട്ടു. എന്നിട്ട് എന്താ കിട്ടിയത്? ചരിത്രം നിങ്ങൾക്കറിയാം. അവള് കുഷ്ഠരോഗിണിയായി. എങ്ങനെ കുഷ്ഠരോഗിണിയായത്? ഒരു പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ? അവർ വെളുത്ത കുഷ്ഠരോഗിണി. എന്താ പദം അങ്ങനെ പറയാൻ കാര്യം? ഉടനെ മോശ ഓടിച്ചെന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ സോറി, അവൾ അറിയാതെ പറഞ്ഞു പോയല്ലേ, ക്ഷമിച്ചേക്കണം. അവിടെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ 7 ദിവസം അവൾ അശുദ്ധിയായിട്ടിരിക്കണം. ഇരിക്കട്ടെ, അവളെ അങ്ങനെ വെക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ തൽക്കാലം അവൾക്ക് മോചനമില്ല. അവൾ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. എന്തിനാണെന്നറിയാമോ? പാളയത്തിൻ്റെ ഏതോ മുക്കിലും മൂലയിലും ഇവിടെ നിന്നാൽ ആര് കാണണം? എല്ലാവരും കാണണം. ആരെ കാണണം? മിര്യാമിനെ കാണണം. എന്ത് മനസ്സിലാക്കണം? ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മൾ വായു കൊണ്ട് പറഞ്ഞ ഒരു വാക്കിൻ്റെ സ്റ്റേറ്റ്മെന്റ് നിമിത്തം ദൈവത്തിൻ്റെ കോപം വരുമോ? വരും. ഇന്ന് രാത്രി ഭയപ്പെടണം. നമുക്ക് എന്തെങ്കിലും പറയാനുള്ളവരല്ല. നമ്മുടെ 32 പല്ലുകൾക്കിടയിൽ നാവ് തന്നിരിക്കുന്നത് എന്തെങ്കിലും പറയാനോ, സഹോദരനെ കുറിച്ച് പറയാനോ, സഭയെക്കുറിച്ച് പറയാനോ, നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ ആരോപണം പറയുവാനുള്ളതല്ല. അതിന് തക്കതായ ശിക്ഷ സ്വർഗത്തിലെ ദൈവം നൽകും. ഒരു വലിയ ഭയമായിട്ട് ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കണം. അവൾ പാളയത്തിന് വെളിയിലേക്ക് ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായിട്ട് തീർന്നു എങ്കിൽ അത് ദൈവത്തിന്റെ ന്യായവിധിയുടെ വാക്കാണ് എന്ന് നാം മറന്നു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണം? ദൈവജനം സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കുന്നവരാകണം. നമ്മുടെ വാക്ക് വളരെ നാം സൂക്ഷിച്ചു ഉപയോഗിക്കണം. 39-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പാപമോ? നമ്മുടെ കരം ശുദ്ധമാണെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു കേട്ട്, ഈ 2 കരവും ശുദ്ധമാണെന്ന് പറഞ്ഞു. എത്രത്തോളം ശുദ്ധമാണെന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ദൈവജനവും പലപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? ബ്രദറെ, എൻ്റെ 2 കരവും ശുദ്ധമാണ്. ഞാൻ അംഗീകരിച്ചു, നമ്മുടെ എല്ലാം കരങ്ങൾ ശുദ്ധമാണ്. പക്ഷേ യെശയ്യാവ് പറഞ്ഞ പോലെ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ, നമ്മുടെ നാവിനെ നമുക്കിന്ന് രാത്രിയിൽ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ നാവിലൂടെ ഒരിക്കൽ പോലും ആരെയും മുറിവേൽപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ, ആർക്കും വേദന വരുത്തുവാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ നാവിനെ സൂക്ഷിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇനിയും 5-ാമത്തെ ആശയം പറയാം. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഞാൻ വായിച്ചങ്ങ് വിടട്ടെ. 5-ന്റെ 2-ാം വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭിവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീനെന്നാ പറഞ്ഞത്. അപ്പോൾ 5-ാമത് സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവജനം എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ നടക്ക്. ഇത് പ്രായോഗിക ജീവിതത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ പ്രായോഗിക ജീവിതം അത് സ്നേഹത്തിൽ ആയിരിക്കണം. ഞാൻ എവിടെയും ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ദൃഷ്ടാന്തവും ഒരു സംഭവമാണ് മദർ തെരേസയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. ഈ മദർ തെരേസ കൽക്കട്ടയിൽ വന്നതിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ച സമയത്ത് ഒരിക്കൽ ഈ തെരുവിലൂടെ നടന്നപ്പോൾ ചെളിക്കുണ്ടിൽ കിടക്കുന്ന കരയുന്ന ഒരു കുഞ്ഞിനെ ആ സ്ത്രീ കണ്ടു.
ഉടനെ ആളുകളെ വിളിച്ചു. ആ സ്ത്രീ ഈ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വളരെ മോശമായ കറുത്ത വെള്ളം ഒഴുകിപ്പോകുന്ന ആ പണ്ടത്തെ കാലത്തെ കൽക്കട്ട, ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. അപ്പോൾ പണ്ടത്തെ അവസ്ഥ എങ്ങനെയാണെന്നറിയാമല്ലോ. അവിടെ ഇറങ്ങി ഈ കുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞ് കിടന്ന് പൊളയുക, കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ ഉറുമ്പ് കടിച്ചിരിക്കുക. ഈ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് തൻ്റെ ഈ സാരിയുടെ തുമ്പത്തേക്ക് കുഞ്ഞിനെ വെച്ചിട്ട് ഈ ഉറുമ്പിനെ മുഴുവൻ പെറുക്കിക്കളഞ്ഞ് ഈ കുഞ്ഞുമായിട്ട് കയറി തൻ്റെ വസിക്കുന്ന ഇടത്തേക്ക് വന്നു. അവിടെ വന്നിട്ട് ഈ കുഞ്ഞിനെ പെട്ടെന്ന് പരിരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ അന്ന് രാത്രിയിൽ മദർ തെരേസ തൻ്റെ കൂടെ കിടത്തി ആ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ പരിരക്ഷണങ്ങളും നൽകി. പിറ്റേ ദിവസം മദർ തെരേസ ഇങ്ങനെ വിചാരിച്ചു, തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി കുഞ്ഞുങ്ങൾ ഇനിയും കാണാനുള്ള സാധ്യത ഉണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്തു ഈ സ്ത്രീ? പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇറങ്ങി തെരുവിലൂടെ ചെന്നപ്പോൾ ഓരോ ദിവസവും ഓരോ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ, ഈ ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അതിങ്ങനെ തെരുവിൽ കിടക്കുകയാണ്. ഈ ഓടയ്ക്കകത്ത് വെള്ളത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാ. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ലഭിക്കാൻ തുടങ്ങി. ഒന്നല്ല, നിരവധി കുഞ്ഞുങ്ങളെ മാസങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക് ലഭിച്ചു. ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ദുരന്തം മനസ്സിലായത്. ഈ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കാനുള്ളൊരു സംവിധാനം ഇവർക്ക് ഇല്ല. എങ്ങനെയാണ് ഇതിനെ ഫീഡ് ചെയ്യുന്നത്? ഒരു സാധ്യതയുമില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ ഓരോ ദിവസവും രാവിലെ ഓരോ കുഞ്ഞിനെ എടുത്ത് ഈ കയ്യിലിരിക്കുന്ന ഈ സാരിയിലേക്ക് ഇതിനെ പൊതിഞ്ഞിട്ട് ചേർത്ത് പിടിച്ച് ഈ മദർ തെരേസ കൽക്കട്ടയുടെ വീതിയിലൂടെ സഞ്ചരിച്ച് ഓരോരുത്തടുത്ത് പോയി നിന്ന് കാണുന്നവരോട് പിഷ യാചിക്കുന്നത് പോലെ നിന്നിട്ട് പണം വാങ്ങും. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ സ്ത്രീ പോയിട്ട് ഒരു വലിയ പടവുകളുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി നിലയുറപ്പിച്ചു. വരുന്നവരോടൊക്കെ പിഷ ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാലത്ത് ഒരു അംബാസഡർ കാറിൽ ഒരു മനുഷ്യൻ വന്നു. വാഹനം നിർത്തി നേരെ പോയിട്ട് ഈ പടവുകൾ ചവിട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തെന്നറിയാമോ? വലങ്കരം കൊണ്ട് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നീട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും തരണം. ആ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാമോ? കാർക്കിച്ച് മദർ തെരേസയുടെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ മദർ തെരേസ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ ആ തുപ്പരുത് ഇങ്ങനെ വിയർപ്പ് മാറ്റുന്ന പോലെ കൈ കൊണ്ടെടുത്ത് വെളിയിലേക്ക് കളഞ്ഞിട്ട് വീണ്ടും ആ കൈ നീട്ടി. എന്നിട്ട് പറഞ്ഞ വാക്ക് എങ്ങനെയാ? എനിക്ക് വേണ്ടിയത് അങ്ങ് തന്നു, എനിക്ക് ഇനിയും വേണം, കുഞ്ഞിനുള്ളത് എന്തെങ്കിലും തരണം. നിങ്ങൾക്കറിയാമോ, അടുത്ത നിമിഷം ആ മനുഷ്യൻ ചെയ്ത കാര്യം, പിന്നീട് ആ മനുഷ്യൻ്റെ മരണം വരെ ആ പ്രസ്ഥാനത്തിന് അരി കൊടുക്കുന്നത് ആ മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ വെളിപ്പെട്ടെന്നറിയാമോ? സ്നേഹത്തിലുള്ള നടപ്പ്, പ്രായോഗിക ജീവിതം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രായോഗിക ജീവിതം എങ്ങനെയാണ്? നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ബലഹീനത കണ്ടിട്ട് അവനോട് കൂടെ നിൽപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച് ആത്മനാഥൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സുവിശേഷീകരണം കൊണ്ട് ഒന്നും സാധിക്കുവാനായിട്ടില്ല. അത് നമ്മളിൽ വെളിപ്പെടണം. നമ്മുടെ പരസ്യ ജീവിതത്തിൽ ഇത് വെളിപ്പെടണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ജീവിതം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ നടപ്പിൻ. എന്നാൽ ആ നടപ്പിനെ കുറിച്ച് പറയാൻ പൗലോസ് ഉപയോഗിച്ചത് ഒരു ഉപമാലങ്കാരമാണ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കോപത്തീയിൽ പൂർണ്ണമായിട്ട് ബന്ധിരിഞ്ഞ് ഇല്ലാതായിട്ട് തീർന്നതുപോലെ ദൈവജനം ദൈവസ്നേഹത്താൽ അവൻ്റെ പ്രായോഗിക ജീവിതത്തെ ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുന്നവനായിട്ട് തീരണം. നാം നമ്മിൽ തന്നെ ഇല്ലാതായിട്ട് തീരണം, കർത്താവിന് വേണ്ടി തീരണം. നാം ചാൾസോണങ്ങളുടെ ഗാനം പാടുമ്പോൾ ഒടുവിൽ ഇങ്ങനെ പറയാറുണ്ട്, ദൈവകൃപയും ഞാൻ ആശ്രയിച്ചു എന്ന ഗാനത്തിൻ്റെ ഒടുവിൽ. എന്നിട്ട് പാടുന്നത് എങ്ങനെയാ? ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാർവിൽ. ദൈവകൃപയെ ഞാൻ ആശ്രയിച്ച പഴയ പാട്ടാണ്, അതുകൊണ്ട് അറിയത്തില്ല, പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം, കത്തിയെരിയുന്ന ഒരു ജീവിതം ഇത് നമുക്കുണ്ടായിത്തീരണം. അപ്പോൾ പൗലോസ് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നവരായിട്ട് തരണം. അപ്പോൾ ഒന്നാമത്തെ ആശയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, 5 കാര്യങ്ങൾ ഇവിടെ പൗലോസ് പറയാനിടയായിട്ട് തീർന്നു. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരട്ടെ. സമയം മുമ്പോട്ട് പോകുന്നു. പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത് നാം കണ്ടത് കൊരിന്ത്യർ ലേഖനത്തിൽ നാം 15-ാം അധ്യായത്തിൽ നാം വായിച്ചു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെല്ലാം ആരാ? നമ്മൾ വിജയികളാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തൃശ്ശൂരോട്ടെല്ലാം ക്യാമറ കണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തൃശ്ശൂരാണോ കണ്ണൂരാണോ കാസർഗോഡാണോ വിജയിക്കാൻ പോകുന്നത്? വിജയി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളെല്ലാം ആരാ? നമ്മൾ വിജയികളാണ്, നമ്മൾ വിജയിച്ചവരാ, നമ്മൾ ജയിച്ചവരാ. പുനരുത്ഥാനം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജയിച്ചവരാണ്. നമുക്ക് കഴിഞ്ഞ രാത്രി അത് കണ്ടു. പക്ഷേ
തോൽക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു വശത്ത് നമ്മൾ ജയിച്ചവരാ, എന്ന പ്രായോഗിക ജീവിതത്തിൽ തോൽവിക്കുള്ള സാധ്യത ദൈവവചനം നമുക്ക് പൂർണ്ണമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഒരു 5 കൂട്ടം കാര്യങ്ങളുണ്ട്, അത് പറയാൻ എൻ്റെ മുമ്പാകെ സമയമില്ല. എങ്കിലും വളരെ പെട്ടെന്ന് 1-2 ആശയങ്ങൾ നോക്കിക്കേ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നോക്കാം. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. മതി, അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചവരാണ്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ നാം സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തോൽവി സംഭവിക്കാം. ആ തോൽവിയെക്കുറിച്ച് പറയുകയാണ്. ആരാ തോൽപ്പിക്കാൻ വരുന്നത്? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അപ്പോൾ ഇത് പറയുമ്പോൾ, ഈ പദം പറയുമ്പോൾ ഇതിൻ്റെ മുമ്പിലൊരു അതിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ച് ഞാൻ പറയാം. 3 പ്രധാനപ്പെട്ട കാരണങ്ങളാൽ ദൈവജനം തോറ്റുപോകാം. 3 കാരണങ്ങൾ വിശദീകരിക്കില്ല, ഞാൻ ഒന്ന് സൂചിപ്പിച്ച് മാത്രം പോകട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നോക്കിയേ. 2:7. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. 1 നിങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണം? അവൻ അതിദുഃഖത്തിൽ വീണുപോകാതിരിപ്പാൻ നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും വേണം. കൂട്ടു സഹോദരനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ 1, കൂട്ടു സഹോദരനോട് ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല എന്ന് വന്നാൽ സാത്താൻ നമ്മെ തോൽപ്പിക്കും. അപ്പോൾ സാത്താൻ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മെ തോൽപ്പിക്കാനായിട്ട്. തോൽപ്പിക്കാനുള്ള 1-ാമത്തെ സാധ്യത പറയാം. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മുമ്പാകെ സാത്താൻ നമ്മെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കും, നാം പരാജയപ്പെടും. അതാണ് 1-ാമത് പറഞ്ഞിരിക്കുന്നത്. ഇനി 2, 9-ാമത്തെ വാക്യം നോക്കിയേ. 8-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മതി. 2, നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കുക. സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കുറവ് പറ്റിയാൽ നിങ്ങളെ അവന് തോൽപ്പിക്കും. ഇനി 3, 9-ാം വാക്യം. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. മതി. നിങ്ങൾ അനുസരണമുള്ളവരാണോ എന്ന് അറിയേണ്ടത്. 3 പദങ്ങൾ. 1, പിശാച് നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യതയുള്ള 3 മേഖല. ദൈവജനം പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തോറ്റു. അവന് തന്ത്രം അറിയാം, അവൻ ആ സ്ഥാനത്തേക്ക് വരും, നമ്മെ അവിടെ കൊണ്ട് ഇല്ലാതാക്കി തീർക്കും. 2, ദൈവജനത്തിന് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിശാച സാഹചര്യത്തെ ഏറ്റെടുക്കും. 3, ദൈവമക്കൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ 3 മേഖല പിശാച് മനസ്സിലാക്കും. വളരെ പെട്ടെന്ന് അതിലൂടെ അവൻ കയറും. നിങ്ങൾക്കറിയാം, ഈ അടുത്ത ഇടയിൽ ഇസ്രയേൽ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ ഹമാസ് തീവ്രവാദികൾ നിരവധി തവണ തന്ത്രങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഇവർ ഈ പലപ്പോഴും വിടുന്ന മിസൈലുകൾ മുഴുവൻ ഈ ഇസ്രയേലിൻ്റെ അയൺ ഡോം ആകാശത്ത് വെച്ച് പൊട്ടിച്ചു കളയും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ഇവനെ ആക്രമിക്കാൻ കഴിയുന്നത്. ഇസ്രയേലിനൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്ത് മിസൈൽ വന്നാലും ഞങ്ങൾക്ക് പേടിക്കേണ്ട. കാരണം എന്താ? വരുമ്പോഴേ ഒരു സൈറൻ മുഴങ്ങും, ഉടനെ ആളുകളെല്ലാം പോയിട്ട് സേഫ് റൂമിൽ പോയിരിക്കും. അപ്പോൾ തന്നെ ഇനി വന്നാലും ആകാശത്ത് വെച്ച് ഇതങ്ങ് പൊട്ടിച്ച് കളയും. അപ്പം ഞാൻ ഈ യുദ്ധം വന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അവിടുത്തെ മലയാളികൾ പറയുന്ന വാക്ക്. അപ്പോൾ അവർ പറയുകയാണ്, ഇങ്ങോട്ടൊന്നും വരില്ലെന്നേ, ഇവിടെ വന്നാലും വരത്തില്ല, അത് അവിടെ കൊണ്ട് തീർന്നോളും, പൊട്ടിക്കോളും. നല്ല കോൺഫിഡൻസ്, അവർ കുഴപ്പമില്ല. പക്ഷേ ഹമാസ് അധികം കാലം ഇങ്ങനെ നോക്കിയിരിക്കാൻ ആഗ്രഹിച്ചില്ല. അവൻ വേറൊരു തന്ത്രം ഉപയോഗിച്ചു, കൃത്യം പിശാചിൻ്റെ തന്ത്രം. എന്താ തന്ത്രം എന്നറിയാമോ? പുള്ളി ടൂറിസ്റ്റ് വരുന്നത് പോലെ ബലൂണ് വീർപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി ഇവിടേക്ക് പറന്നു വന്നു. കാഴ്ചക്കാർ കൈയടിച്ചു, ആകാശത്തിലൂടെ പറന്നു പോകുന്നവരെ കണ്ടോ, അവരിതാ പെയ്യ താന്നു വരുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഒരുപോലെ ആഹ്ലാദത്തോടെ ഇരുന്നു. ഒന്നല്ല, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ബലൂണിലേക്ക് ഇവിടേക്ക് വന്നിറങ്ങിയിട്ട് പറയട്ടെ, 1800 എണ്ണത്തിനെ കഴുത്തറുത്തു കൊന്നുകളഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കി ഏതു വഴി സ്വീകരിക്കാമെന്ന് കണ്ടെടുത്തു. ബലഹീനത മനസ്സിലാക്കി ബലഹീനതയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നിനവെ പട്ടണം തകർക്കാൻ ചെന്നത് അവരുടെ ബലഹീന
ബലഹീന വശം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ശത്രു അവിടേക്ക് കയറി ചെന്നത്. പഴയ നിയമത്തിൽ ആക്രമിക്കപ്പെട്ട എല്ലാ മേഖലകളും ശത്രു കൃത്യമായ പദ്ധതി ഇട്ടിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ ദൈവജനമേ, നമ്മെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നത് സത്യമാണ്. നാം വിജയിച്ചവരാ. എന്നാൽ നമ്മുടെ പ്രതിയോഗിയായ പിശാച് അവൻ നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ 3 പ്രധാനപ്പെട്ട മേഖല നോക്കുന്നു. ദൈവജനം ക്ഷമിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, അനുസരണമുള്ളവരാണോ? ഇത് 3 നമുക്കില്ലെങ്കിൽ ഞാൻ പറയട്ടെ, വിജയിച്ചതാരാന്നറിയാമോ? പിശാചാ വിജയിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കൂട്ട സഹോദരനോട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഈ ശനിയാഴ്ച രാത്രി പറയട്ടെ, നാളെ രാവിലെ കർത്താവിൻ്റെ മേശയുടെ അടുക്കലേക്ക് വരുമ്പോഴും ഒരു മടിയും കൂടാതെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ കൂട്ട സഹോദരനോട് നമ്മൾ മിണ്ടാതിരുന്നിട്ടാ ചെയ്യുന്നതെങ്കിൽ പിശാച് വിജയിച്ചു. നമ്മുടെ കർത്താവിനെ നമ്മൾ പരാജയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾ അവിടേക്കൊന്ന് പോയി നമ്മുടെ കുറവുകളെ ഒന്ന് പരിഹരിപ്പാൻ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം. ഇല്ല എങ്കിൽ പിശാച് നമ്മളെ പിടിക്കുവാനിടയായിട്ട് തീരും. നാം മറന്നു പോകല്ലേ. ഇനി പെട്ടെന്ന് 1 പത്രോസ് 5:8 വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 പത്രോസ് 5:8 വാക്യം. രണ്ടാമത്തെ ആശയം നോക്കിയേ. 1 പത്രോസ് 5:8 നമ്മുടെ വിജയം തോൽവിയാകാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സാഹചര്യം. ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. മതി. അവിടെ രണ്ടാമതൊരാശയം നമ്മൾ വായിക്കുന്നു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങാനായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. നമ്മളെ അവൻ വിഴുങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്ക് നിർമ്മതരായിരിക്കുക, ഉണർന്നിരിക്കുക, ഉണർന്നിരിക്കുക. നമ്മുടെ കർത്താവ് 10 കന്യകമാരോടുള്ള ബന്ധത്തിൽ ഉപമ പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. 5 പേര് വിളക്കിൽ എണ്ണയെടുത്തില്ല. വിളക്കെടുത്തു, വിളക്കിൽ എണ്ണയില്ലായിരുന്നു. 5 പേര് വിളക്കും എടുത്തു, വിളക്കിൻ്റെ അകത്ത് എണ്ണയുണ്ട്. കുറ്റക്കാരാരാ? കുറ്റക്കാരാരാ? ഒരു ചിന്ത മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. കുറ്റക്കാരാരാ? ആരും മിണ്ടുന്നില്ല. ഉണർന്നിരിക്കുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല. കുറ്റക്കാരാരാ? വിളക്കിൽ എണ്ണ ഇല്ലാത്തവരാണോ കുറ്റക്കാർ? ഉള്ളവരാണോ കുറ്റക്കാർ? എണ്ണയില്ലാത്തവരാ. 100% ആശയത്തിൽ എണ്ണയില്ലാത്തവരാ. പക്ഷെ ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ചിന്തിച്ചൊരു കാര്യം. ഇവിടുത്തെ കുറ്റക്കാരാരാന്നറിയാമോ വാസ്തവത്തിൽ? ഇപ്പം നിങ്ങൾ തിരിച്ചു പറയും. ആരാ? വിളക്കിൽ എണ്ണയുണ്ടായിരുന്നവരാ. ഉണ്ടായിരുന്നവരാ. തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവർ 10 പേര് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. 10 പേര് എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? മണവാളൻ്റെ വരവിന് വേണ്ടി. 10 പേര് ഒരുക്കത്തോടെ ഇരിക്കുക. ഞാൻ പറയട്ടെ, ന്യായമായ നിലയിൽ ഈ 5 പേർക്ക് ചോദിക്കാമായിരുന്നു. എന്ത് ചോദിക്കാമായിരുന്നു? എന്ത് ചോദിക്കാമായിരുന്നു? സഹോദരി, ഇതിൻ്റെ അകത്ത് എണ്ണയുണ്ടോ? പാടും നമ്മൾ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലയോ? ന്യായമായിട്ട് ചോദിക്കാമായിരുന്നു. എണ്ണയുണ്ടോ എന്ന് ചോദിച്ചില്ലെന്നേ. ഈ ജീവിതം ഇങ്ങനെ നയിച്ച് ഒരുമിച്ചിരുന്നിട്ട് ഈ 5 പേരുടെ ഇല്ലായ്മ നീ തിരിച്ചറിഞ്ഞില്ല. ഈ 5 പേരുടെ ദുഃഖം നീ മനസ്സിലാക്കിയില്ല. ഈ 5 പേരുടെ ആത്മീക അധപ്പതനം നീ തിരിച്ചറിഞ്ഞില്ല. അതാരുടെ കുഴപ്പമാ? 5 പേരുടെ കുറ്റം മാത്രം പറഞ്ഞാൽ പോരാ, നീയും അതിൻ്റെ അകത്ത് പ്രതിയാ. ഇന്ന് രാത്രി നമ്മൾ ഒരുക്കമായിരിക്കാം. ദൈവമക്കളോട് പറയട്ടെ, കർത്താവ് വന്നാൽ പോകും, ഒരുങ്ങാൻ തയ്യാറാ. പക്ഷെ ചോദിക്കട്ടെ, കൂട്ടു സഹോദരനോടോ സഹോദരിയോടോ ഒരു തവണ ചോദിച്ചിട്ടുണ്ടോ? എന്ത്? സഹോദരി ഒരുങ്ങിയിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ അന്യോന്യം ആത്മീക വർധന വരുത്തുന്നവരാകണം. അന്യോന്യം, ആ പദത്തിലേക്ക് ഞാൻ വരുന്നില്ല. നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കണം. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമധികമായി ചെയ്തു വരേണ്ടതാണ് അന്യോന്യമുള്ള പ്രബോധനം. പ്രാണപ്രിയനായ കർത്താവിൻ്റെ ആഗമനം ഏറ്റവും ആസന്നമായിരിക്കുകയാ. ദൈവമക്കളെ, നമുക്ക് പ്രബോധിപ്പിക്കാം. അന്യോന്യം ഒരു പ്രബോധനം നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് പറയുകയാണ്, പിശാചാരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നത് കൊണ്ട് ദൈവജനം നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. പ്രതിയോഗി നമ്മെ പരാജയപ്പെടുത്തുവാൻ അവസരമുണ്ടാക്കി കൊടുക്കല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ദൈവജനത്തോട് പറയട്ടെ, കേട്ട വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുക്കാം. കുറവുകൾ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടെങ്കിൽ അതിനെ ഇന്ന് രാത്രി നമുക്ക് ഏറ്റുപറയാം. നാളെ ആഴ്ചയുടെ 1-ാം ദിവസം നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവസന്നിധി ശുദ്ധ മനസാക്ഷിയോടുകൂടി എൻ്റെ കൂട്ടു സഹോദരനോടാകട്ടെ,
സഹോദരിയോടാകട്ടെ ആരോടും എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ദൈവസ്നേഹത്താൽ ഞാനത് മറക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ കാൽക്കലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് നാഥാ നീ അറിയുന്നു എന്ന് പറഞ്ഞ പത്രോസിൻ്റെ മനോഭാവം പോലെ നമുക്കുണ്ടായിട്ട് നമുക്ക് പരിഹരിക്കേണ്ടതിനെ പരിഹരിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്നേഹി നമ്മെ തന്നെ താഴ്ത്താം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിച്ച ആത്മീക സത്യത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് കീഴടങ്ങാം. നാം ഒരിക്കലും തോൽക്കാതിരിക്കട്ടെ. പിശാച് നമ്മുടെ മേൽ വിജയം കൈവരിപ്പാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവവചനത്തിൻ്റെ പ്രമാണത്തെ അങ്ങനെ തന്നെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ഒത്തിരി മനുഷ്യരുണ്ട്. ഞങ്ങൾ പലപ്പോഴും സ്നേഹത്തിൽ കുറവുള്ളവരാണ്. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീകമായ ധാരാളം കുറവുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എളിവരായി ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിപ്പാൻ ഞങ്ങൾക്ക് കൃപയും ബലവും തരണമേ. ഞങ്ങൾ ആരോടെങ്കിലും സ്നേഹത്തിൽ കുറവായിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾ കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണം. ആ നിലയിൽ സ്നേഹിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ അനുസരണമില്ലാത്തവരായി പോയിട്ടുണ്ടെങ്കിൽ നാഥാ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയെ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ പിതാവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിന് സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അതിനെ ഏറ്റെടുത്ത് പുഷ്ടിയുള്ള ജീവൻ നയിപ്പാൻ എളിവരായി ഞങ്ങളെ സഹായിക്കണം. ബലഹീനനായ അടിയൻ്റെ കുറവും കർത്താവ് ക്ഷമിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിച്ച് ഈ കുടിവരവ് അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രയോ ഉന്നതനാണ്. അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി. പരിമിതികളില്ലാത്ത സ്നേഹം ഞങ്ങൾക്കായിട്ട് തന്നു. കർത്താവെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അത് മുഖാന്തരം കർത്താവ് അങ്ങയുടെ മക്കളായി തീരുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വളർത്തപ്പെട്ടവരായി, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കി. അതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ എത്രയോ മഹോന്നതനായിട്ടുള്ള ദൈവം, കർത്താവെ, അങ്ങേക്ക് തുല്യം ചൊല്ലുവാനായിട്ട് ആരുമില്ല. ആ മഹോന്നതനായിട്ട് ദൈവത്തെ ഇന്നും ഉയർത്തി കാണിക്കുവാൻ തക്കണം ഇടയാക്കിയല്ലോ. ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. സായങ്കാലത്തിനായിട്ട് നന്ദി. കർത്താവെ, അങ്ങയുടെ വചന കേൾവിക്കായിട്ട് തിരുപാദത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുക, അങ്ങയുടെ വചനം കേൾക്കുക എത്രയോ മാധുര്യമാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലും കർത്താവിൻ്റെ വചനം ഘോഷിക്കുവാൻ അങ്ങ് ഇടയാക്കി എന്നുള്ളത് കൊണ്ട് നന്ദി പറയുന്നു. ഇന്നും കർത്താവെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ തൊടുന്ന, ഞങ്ങളുടെ ആത്മീകമായിട്ടുള്ള ജീവിതത്തെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തുന്ന വചനം പ്രിയദാസനിലൂടെ ഞങ്ങൾക്ക് നൽകി തരുവാൻ അങ്ങേക്ക് പ്രസാദമായി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ധാരാളമായി, അങ്ങയുടെ കൃപ ധാരാളമായിട്ട് വ്യാപരിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മീകമായിട്ടുള്ള അഗ്നി ഞങ്ങളിലും കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും കർത്താവെ ജ്വലിപ്പിക്കുവാനിടയായി എന്നുള്ളത് ഓർത്ത് സ്തോത്രം. ഞങ്ങളെ തന്നെ തിരുമുൻപാകെ താഴ്ത്തുന്നു. ഞങ്ങളെ തന്നെ പരിശോധിക്കുന്നു. ഞങ്ങളുടെ മനസാക്ഷികളെ തിരുമുൻപാകെ കർത്താവ് ഞങ്ങൾ മലർത്തുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ കർത്താവെ ഞങ്ങളെ തന്നെ പരിശോധിച്ച് കർത്താവെ ആ രീതിയിൽ ഞങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവാൻ തിരുമുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അതിനധിഷ്ഠിതമായ വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവെ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് കടത്തി തന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കുമായിട്ടും സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരായി, ക്രിസ്തുവിൻ്റെ അനുസരണമുള്ളവരായി ജീവിതത്തിൽ കർത്താവെ സ്നേഹമുള്ളവരായി നടപ്പുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം ഞങ്ങൾക്ക് തന്നു. കർത്താവ്, അത് കേൾവിക്കാർ മാത്രമായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങളെയും കർത്താവെ സഹായിക്കണമേ. തിരുമുൻപാകെ ഞങ്ങളെ ബരമേൽപ്പിക്കുന്നു. ഈ സഭയ്ക്കായിട്ട് സ്തോത്രം. ഈ രീതിയിൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ അങ്ങ് അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടുകൾക്കായിട്ട് നന്ദി. കർത്താവെ, തുടർന്നും നാളെയും ഇതുപോലെയുള്ള അനുഗ്രഹീതമായിട്ടുള്ള വചന ശുശ്രൂഷകൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. കർത്താവെ, തുടർന്നുള്ള ദിനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കാൻ സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും തിരുപാദത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായിട്ടുള്ള
ഗാനങ്ങൾ ഞങ്ങൾക്ക് കേട്ട് കർത്താവെ അങ്ങയെ പുകഴ്ത്തുവാൻ കർത്താവ് അങ്ങയിടയാക്കി എന്നുള്ളത് ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദി. അവരെയും കർത്താവെ അങ്ങ് ആദരിച്ചു എന്നുള്ളത് കൊണ്ട് നന്ദി. അവരുടെ കഴിവുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഒരവസരം കർത്താവെ നൽകി കൊടുത്തു എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. അനുഗ്രഹത്തോടെ ഞങ്ങൾ പറഞ്ഞയക്കണമേ. തിരുകൃപയിൽ ഞങ്ങൾ ബലമേൽപ്പിക്കുന്നു. കർത്താവെ ഇന്നും കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തി ഞങ്ങൾക്ക് വിശ്രമിക്കുവാനിടയാക്കണം. നാളെ കർത്താവെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അങ്ങയെ ആരാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് കർത്താവെ അങ്ങേക്ക് മഹത്വമുള്ളവരായി ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ നല്ല മനസ്സാക്ഷിയുള്ളവരായി ഞങ്ങളുടെ ഹൃദയത്തിൽ പരമാർത്ഥമായിട്ടുള്ളൊരു ഹൃദയത്തോടു കൂടി കർത്താവെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങയുടെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ആരാധനയ്ക്ക് കടന്നു വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. തിരുക്കൃപയിൽ ഞങ്ങളെ ബലമേൽപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മയും ദൈവവചനം ശുശ്രൂഷിച്ച ദൈവദാസന്മേലും നമ്മളോട് എല്ലാവരോടുകൂടെയും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.